എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. വളരെ ആസൂത്രണം ചെയ്ത് കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിലൂടെ 12 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു സാധു സ്ത്രീയാണ് ഇന്നെന്റെ മത്സരാർത്ഥി. തടവറയിൽ ഹോമിക്കപ്പെട്ട ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ ജീവിതകഥ പറയാൻ വരികയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ലിസി ജോർജ്. മനസ്സറിയാതെ പങ്കാളിയായ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി തടവറയ്ക്കുള്ളിൽ തളച്ചിടേണ്ടി വന്ന ജീവിതത്തിന്റെ ഉടമയാണ് വയനാട് സ്വദേശിനി ലിസി ജോർജ്. തണലേകാനും തുണയേകാനും ആരുമില്ലാതിരുന്ന കുട്ടിക്കാലവും കുടുംബ അന്തരീക്ഷവുമാണ് ലിസിയുടെ ജയിൽ ജീവിതത്തിലേക്ക് അവിചാരിതമായി വഴിയൊരുക്കിയത്. കഠിന തടവിന് വിധിക്കപ്പെട്ട ആ ദിനങ്ങളുടെ ഞെട്ടൽ ഇപ്പോഴുമുണ്ട് ലിസിയുടെ മുഖത്തും മനസ്സിലും ഓർമ്മകളിലും. നിയമസഹായവുമായി തടവറയിൽ തേടിയെത്തിയ ഒരു കരുതലിന്റെ കരം പിടിച്ച് കഠിന തടവിന്റെ ദുരിത ദിനങ്ങളിൽ നിന്നും പുറത്തിറങ്ങിയ ലിസിയെ കാത്തിരുന്നത് കൂടപ്പിറപ്പിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്നേഹസാമീപ്യം. ജീവിത സാഹചര്യങ്ങൾ കരുതി വച്ചിരുന്ന കൊടും ചതിയുടെ തടവറയിൽ നിന്നും തിരിച്ചു പിടിച്ച കരുത്തുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് ലിസി ജോർജ്. ഹായ് കുട്ടേട്ടാ. നമസ്കാരം ലിസി ജോർജ്. നമസ്കാരം ലിസി ജോർജ്. അതെ. ഈ ജോർജ് ആരാണ്? എന്റെ അപ്പച്ചനാണ്. അപ്പച്ചനുണ്ടോ ഇപ്പോ? ഇല്ല. എത്ര കൊല്ലം മുമ്പ് മരിച്ചു? 17 വർഷം മുമ്പ് മരിച്ചു. ശരിക്കും നിങ്ങൾ ഒറിജിനലി സുൽത്താൻ ബത്തേരിക്കാരാണോ അതോ ഇവിടെ നിന്ന് ഈ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ചേക്കേറിയതാണോ? തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് ചേക്കേറിയതാ. ഏത് സ്ഥലത്തായിരുന്നു വീട്? അപ്പന്റെ നാട് ഇടുക്കി ജില്ലയിലായിരുന്നു, തിങ്കൾക്കാട്. തിങ്കൾക്കാടോ? അത് ശരി. അവിടെ എത്ര കൊല്ലത്തിന് മുമ്പ്? ഒരുപാട് കാലമായോ? ഇല്ല, ഞങ്ങൾ 1980 അങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോയത്. അപ്പൊ എന്തിനായിരുന്നു അങ്ങോട്ട് ചേക്കേറിയത് ശരിക്കും? കാര്യം ഇടുക്കിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇല്ലേ? ഉണ്ടായിരുന്നു. ആരെടുത്ത തീരുമാനമായിരുന്നു? അമ്മ എടുത്ത തീരുമാനമായിരുന്നു. അമ്മച്ചിയുടെ സഹോദരൻ ഇവിടെയാണ്, സുൽത്താൻ ബത്തേരി. ഓ, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന കുറച്ചുകൂടി സൗകര്യമാണെന്ന് വിചാരിച്ചു. കൃഷി ചെയ്യാൻ വേണ്ടി പോയതാണോ? കൃഷി ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ട് അവിടെ പോയിട്ട് കൃഷി ചെയ്യാൻ പറ്റിയോ? ഇല്ല. ഇല്ല. എന്തായിരുന്നു അവിടെ തടസ്സം? തടസ്സം എന്റെ അപ്പച്ചന് കുറച്ച് മദ്യപാനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇടുക്കി വെച്ചേ ഉണ്ടായിരുന്നു. സാമ്പത്തിക കൂടിയോ? കൂടി. അവിടെ പിന്നെ ചീട്ടുകളി. എത്ര കുട്ടികളായിരുന്നു നിങ്ങള്? ഞങ്ങൾ 6 മക്കളാ. എത്രാമത്തെയാ താങ്കൾ? ഞാൻ ലിസി ജോർജ് രണ്ടാമത്തെ ആളാണ്. അതെ. എത്ര പെൺകുട്ടികൾ, എത്ര ആണുങ്ങൾ? 5 പെണ്ണും 1 ആണും. 5 പെണ്ണും 1 ആണും. ഓക്കെ. അപ്പച്ചൻ കുടി കൂട്ടി അതോടെ? കുടി കൂട്ടി. ചീട്ടുകളിയുണ്ട്. കുടിയും ചീട്ടുകളിയാണ് പുള്ളിയുടെ മുഖ്യ വിനോദം. അപ്പൊ കൃഷിയൊന്നുമില്ല. അപ്പൊ വരുമാന മാർഗം എന്താണ്? അമ്മ ആദ്യമായിട്ട് വയനാട്ടിൽ വന്നിട്ടാണ് കൂലിപ്പണിക്ക് പോയി തുടങ്ങി. കൂലിപ്പണി എന്തൊക്കെ ചെയ്യേണ്ടി വരും? കാപ്പി പറിക്കുക, പറമ്പ് ചെത്തി കൂട്ടുക, അങ്ങനെ. ഒരു ദിവസം എത്ര രൂപ കിട്ടുമായിരുന്നു? അന്ന് അമ്മ പണിയെടുക്കുമ്പോ 12 രൂപയായിരുന്നു കൂലി. 12 രൂപ. അപ്പൊ ഈ 12 രൂപ കൊണ്ട് വീട് പോറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരുന്നു സർ. അതായിരുന്നു ഏക വരുമാനം. അമ്മ എത്ര കൊല്ലം ആ പണി ചെയ്തു? ഏകദേശം ഒരു 10-40 കൊല്ലത്തോളം. ഇതിനിടയിൽ എപ്പോഴെങ്കിലും അപ്പച്ചന്റെ മനസ്സിളകിയോ? ഇങ്ങനെ പാവം എന്റെ ഭാര്യ ജോലി ചെയ്ത് ജീവിക്കുന്നു, എന്നെ നമ്മളെ കുടുംബം പോറ്റുന്നു എന്നൊക്കെ ചിന്തിച്ച് നേർവഴിക്ക് കർത്താവിന്റെ വഴിയിൽ നടന്നു. നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ആളായിരുന്നു. രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഓക്കെ. എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു. അവിടെ ഞങ്ങളുടെ അങ്ങോട്ടുള്ള റോഡ്, കുടിവെള്ളം, കറണ്ട്, ഇതിനെല്ലാം മുന്നിൽ നിന്നത് എന്റെ അപ്പച്ചനാ. ഇപ്പോഴും നാട്ടുകാരെല്ലാവരും എന്റെ അപ്പച്ചനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അപ്പച്ചനെ കുറിച്ച് ഓർത്ത് കരയാത്ത ദിവസം. നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള പണമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല സാർ. അതുകൊണ്ട് താങ്കളൊക്കെ പഠിക്കാൻ പറ്റിയോ? ഇല്ല, ഞാൻ 9ാം ക്ലാസ് വെച്ച് നിർത്തി. ഈ വീട്ടിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? വീടൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല, വീട് വലിയ മഴ പെയ്യുന്ന സമയങ്ങളിലെല്ലാം ഓലപ്പരയായിരുന്നു. ഞങ്ങള് 4 തൂണിലെല്ലാം പിടിച്ചു നിന്ന് കരഞ്ഞിട്ടുണ്ട്. വലിയ കാറ്റ് വീശി. വലിയ കാറ്റ് വന്നാൽ അവിടെ വയനാട്ടിൽ അങ്ങനെ ഉണ്ടല്ലേ? ശരിക്കും പറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്നും അപ്പച്ചന് ടെൻഷൻ ആയില്ല? കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്ന ആളായിരുന്നു അപ്പച്ചൻ. അതുകൊണ്ട് വസ്ത്രവും ആഹാരവും ഒക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്? തുച്ഛമായ നിലയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അമ്മ കൊണ്ടുവരുന്ന ഈ പൈസ മാത്രമേ ഉള്ളൂ വരുമാനം? അനിയൻ സഹായിച്ചോ? അമ്മയുടെ അനിയൻ എന്ന് പറഞ്ഞാള്? ഇല്ല, സഹായിച്ചില്ല. അല്ല, അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടല്ലേ അമ്മ അങ്ങോട്ട് പോയത്? ഇല്ല സാർ, സഹായിച്ചില്ല. സഹായത്തിന് പകരം ഞങ്ങളെ ദ്രോഹിച്ചു. അതെന്താ അനിയൻ അങ്ങനെ ഒരു വാശി? എന്താണെന്നറിയില്ല, എപ്പോഴും വഴക്കായിരുന്നു ഞങ്ങളോട്. ഞങ്ങളാ ഈ 5 പെൺമക്കളല്ലേ, ഒരാൺകുട്ടി. ഞങ്ങള്
നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു. അത് ശരി. അടുത്തടുത്തായിരുന്നു നിങ്ങൾ താമസം? അടുത്തടുത്തായിരുന്നു. ഓക്കെ. സഹോദരൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ കെട്ടുപണി ചെയ്യുക സഹോദരൻ. ഓക്കെ. അപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ കേസ് ഉണ്ടല്ലേ, 12 കൊല്ലം ജയിലിൽ പോകേണ്ടി വന്ന കേസ്, ഏത് സെൻട്രൽ ജയിലാണ് അവസാനം കിടന്നത്? തിരുവനന്തപുരം ഓപ്പൺ ജയിൽ, വനിതാ ഓപ്പൺ ജയിലിലായിരുന്നു. അപ്പൊ ആ ഓപ്പൺ ജയിലിൽ ഉൾപ്പെടെ 12 കൊല്ലം കിടന്നു അല്ലെ, വിവിധ ജയിലുകളിലായി. നമ്മളിപ്പോ അറിയാതെ ചെയ്താണെങ്കിലും അറിഞ്ഞു ചെയ്താണെങ്കിലും മയക്കുമരുന്ന് കടത്തിയാൽ ശിക്ഷ കിട്ടും അല്ലേ? പരോൾ ഉണ്ടായിരുന്നു ഇതിനിടയില്? പരോള് കിട്ടാത്ത രീതിയിലായിരുന്നു എനിക്ക് കേസിന് ശിക്ഷ വന്നിരുന്നത്. ഹാവിച്ചിൽ സ്ഥിരം കുറ്റവാളി എന്നുള്ള ലേബലിലാണ് കിട്ടിയത് അല്ലേ? ഓക്കെ, ഞാൻ ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. എന്നാലും എന്ത് കടത്തിയതിനായിരുന്നു ഈ ശിക്ഷ വന്നത്? എനിക്ക് മയക്കുമരുന്ന് എന്തായിരുന്നു എന്ന് അറിയില്ലായിരുന്നു സർ. പക്ഷെ ഒരു ഇഞ്ചക്ഷൻ ആയിരുന്നു. പക്ഷെ എന്റെ അടുത്ത് തന്നയാള് എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള നല്ല പരിചയക്കാരനാ. പുള്ളി പറഞ്ഞത് കോഴിക്ക് കുത്തിവെക്കുന്ന ഹോർമോണാണ്, ഇത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. സർ, ഫസ്റ്റ് മയക്കുമരുന്ന് കടത്താനായിട്ടല്ല എന്നെ വിളിച്ചത് ആള്. മംഗലാപുരത്ത് പോയി കുറച്ച് തുണികൾ കൊണ്ടുവരണം, അതിന് ലിസി വന്ന ചെറിയ പ്രതിഫലം തരാം. ആ സമയത്തൊക്കെ എന്റെ അനുജത്തി തീപ്പൊള്ളലേറ്റ് കിടക്കുമായിരുന്നു. ചെറിയ അനുജത്തി 35% പൊള്ളി തീരെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. പൈസയില്ല. അമ്മ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും കൂലിപ്പണി എടുക്കുന്നിടത്തുനിന്നും ഒത്തിരി പേരോട് കടം വാങ്ങിയിട്ടാണ് അമ്മ ചികിത്സിച്ചവളെ. 2 വയസ്സായ കുട്ടിയുണ്ട്, 2 വയസ്സാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അവളുടെ മോന്. ആ കുട്ടിയെയും നോക്കണം, ഇവളെ നോക്കണം. ഒത്തിരി പൊള്ളി വെന്ത് അങ്ങോട്ട് അവശയായിരുന്നു അവളെ ചികിത്സിക്കണമായിരുന്നു. അപ്പൊ അതിന് എത്ര രൂപ വാഗ്ദാനം ചെയ്തിട്ടാ അവിടെ കൊണ്ടുപോയത്? അയാൾ എന്നോട് പറഞ്ഞു 25,000 രൂപ ആദ്യം കടമായിട്ട് തരാന്ന്. പക്ഷെ എനിക്ക് തന്ന വെറും 2,000 രൂപ. അത്രേ കിട്ടിയുള്ളൂ. ആ 2,000 രൂപ കുറച്ച് തുണികൾ കൊണ്ടുവരണം. മംഗലാപുരത്ത് ബത്തേരി കൊണ്ടുവന്നാ മതി. ബസ്സില്. അപ്പൊ തുണിയാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് പോയത്. അപ്പൊ ഒരു ബിഷോപ്പർ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് ലിസി കൊണ്ടുപോയിക്കോ, ബത്തേരി എത്തുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞു. പുള്ളി കാറിലാണോ എന്താ വന്നേന്ന് അറിയില്ല, ഞാൻ വരുമ്പോഴേക്കും എത്തിയിരുന്നു. അപ്പൊ ഞാൻ ഈ പൊതിയൊന്നും തുറന്നു നോക്കാനൊന്നും പോയില്ല. ഒരാൾ തരുന്ന സാധനം നമ്മൾ തുറക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ബത്തേരി എത്തി പുള്ളി അത് വാങ്ങിക്കൊണ്ട് പോയി. അങ്ങനെ 2-3 പ്രാവശ്യമായി കഴിഞ്ഞപ്പോ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, എപ്പോഴും തുച്ഛമായ എനിക്ക് പ്രതിഫലം തന്നിരുന്നുള്ളൂ. ഒന്നില്ലേ 2,000 രൂപ, അല്ലെങ്കിൽ 1,500 രൂപ, ഇത്ര മാത്രം. ഞാൻ വിചാരിച്ചു അത്രയെങ്കിൽ അത്രയും അനീത്തിന്റെ ഇതിനമ്മച്ചീനെ സഹായിക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരു ദിവസം മൈസൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ലിസി ആണോ എന്ന് ചോദിച്ചു. ബസ്സില് ഈ ബിഷോപ്പറുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ അതേ പറഞ്ഞു. വേറെ പിന്നെ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ ബത്തേരി വന്ന് ബസ് ഇറങ്ങി ഞാനൊരു ഓട്ടോയിൽ കയറി ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പോലീസ് പുറകെ ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് എന്തിനാ പുറകെ വരുന്നതെന്ന് എനിക്ക് സംശയം തോന്നിയില്ല. പോലീസ് വണ്ടി മുമ്പോട്ട് പോയി, അത് കഴിഞ്ഞ് വണ്ടി തിരിച്ചു വന്ന് റോങ് സൈഡിൽ വന്ന് ഞാൻ പോകുന്ന ഓട്ടോയിൻ്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി എന്നോട് പറഞ്ഞ് പുറത്തിറങ്ങാൻ പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിലുള്ള ഈ ബിഷോപ്പറുണ്ട്, ആദ്യം കൂടെ തരാൻ പറഞ്ഞു. ഞാനത് കൊടുത്തു. അപ്പോഴാണ് അറിയുന്നത്, അന്നേരം ഇവർ പോലീസുകാർ എന്നോട് ഇത് മയക്കുമരുന്നാണ്, ഇത്ര സ്ട്രോങ് ഉള്ളതാണെന്നൊന്നും പറഞ്ഞില്ല. ഇയാള് പറഞ്ഞ കോഴിക്ക് കുത്തിവെക്കുന്ന ഹോർമോൺ ആണെന്നാണ് പിന്നീട് പറഞ്ഞത് എന്നോടത്. 3-ാം തവണ. അപ്പൊ പോലീസ് പറഞ്ഞു, അന്നേരം പോലീസ് ഇതിന്റെ സീരിയസ് എന്നോട് പറഞ്ഞിരുന്നില്ല. അന്ന് പോലീസ് രാത്രി എന്നെ അവിടെ നിർത്തി, ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നാ ചോദിച്ചു. ഇന്ന ആൾക്കാന്ന് പറഞ്ഞു. ആ ഓട്ടോ ഡ്രൈവറെ എന്നെ അവിടെ നിർത്തി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞങ്ങളെ പോലീസ് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ വിടുകയും ചെയ്തു. അപ്പൊ ഇത്രയല്ലേ പ്രശ്നമുള്ളൂ, ഒരു കുഴപ്പങ്ങളും ഇല്ല. ഷാജഹാൻ. ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ ഇയാളാണ് നമ്മൾ പറഞ്ഞതല്ലേ ഇത് കൊണ്ടുവരാൻ. അപ്പൊ ബസ്സിൽ വെച്ച് വന്ന് ചോദിച്ച ലിസി ആണോ എന്ന് ചോദിച്ചാരായിരുന്നു? അത് പോലീസുകാർ തന്നെയായിരുന്നു. പോലീസല്ല, ഒരു ഫൈസൽ എന്ന് പറഞ്ഞ അവിടെ അടുത്തുള്ള ഒരാള് തന്നെ. ഷാജഹാന്റെ ശത്രു ആയിരുന്നു അയാള്. ഓ അത് ശരി. അയാള് ഒറ്റുകൊടുത്തു. ഷാജഹാന്റെ ശത്രുവാണ് അയാൾ. ഈ തൊഴിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ? അതെ. അപ്പൊ പക്ഷെ ഇതിന് ജാമ്യം കിട്ടിയല്ലേ? പിറ്റേ ദിവസം തന്നെ ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോ ഇത്രയല്ലേ പ്രശ്നങ്ങളുള്ളൂ, അങ്ങനെ ഞാനും വിചാരിച്ചു. പിന്നെ ഞാൻ എന്തായാലും ഇനി ഇതിന് പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഷാജഹാൻ വന്ന് ഭീഷണിപ്പെടുത്തി, അങ്ങനെ പറ്റില്ല, അത്ര പൈസ എനിക്ക് 50,000 രൂപയോളം ചെലവായി ഇത് പുറത്ത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്ര പ്രശ്നമില്ലാത്ത സാധനം കൊണ്ടുവന്നതിന് എന്തിനാ ഈ 50,000 രൂപ? അതുകൊണ്ട് ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു. ഇനി വന്നില്ലെങ്കിലായിരിക്കും പ്രശ്നം, വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും, പ്രായമായ അമ്മച്ചിയുണ്ട്, അനീത്തിന്റെ മക്കളുണ്ട്, എല്ലാവരും. ഇത് ഷാജഹാൻ ഒരു വല്ലാത്ത ക്രിമിനൽ ആയിരുന്നു. ഇപ്പോഴും പിടികിട്ടാ പുള്ളിയായി. ഇപ്പോഴും ഇല്ല, ജയിലിൽ ചാടി എസ്കേപ്പ് ആയി നടക്കുന്നയാളാ. ഞാൻ ഒത്തിരി പേർക്ക്, എല്ലാ ജയിലിലെ അധികൃതർക്കും അറിയാം, പോലീസുകാർക്കും അറിയാം ഷാജഹാനെ കുറിച്ച്, എല്ലാ ജില്ലയിലും. പേടിയായി. അപ്പൊ
ഒരു തവണയും കൂടി നീ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ എറണാകുളത്തിന് വിട്ടു. എറണാകുളത്ത് പോലീസിൽ ഇൻഫർമേഷൻ ചെയ്തിട്ടാണ് എന്നെ വിട്ടത്. ദീപു എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞിട്ട്, ദീപു, എറണാകുളത്തുള്ള ഒരു ദീപു. അന്നും പറഞ്ഞത് ഇവിടെ ഈ ഷാജഹാൻ തന്നെ ജയിച്ചോ? അതെ. ഷാജഹാനെ ജയിച്ചെന്ന് എങ്ങനെ മനസ്സിലായി? ഷാജഹാന്റെ ഫ്രണ്ടാണ് ഈ ദീപു ആണ് പോലീസിനെ വിളിച്ചു പറഞ്ഞത്. പോലീസിനെ വിളിച്ചു പറഞ്ഞ് ദീപുവിന് കൊണ്ടുവരാനാണ് പറഞ്ഞത്. എന്നാലും ദീപു ഉണ്ടായിരുന്നു പോലീസിന്റെ കൂടെ. അതായത് ഇപ്പൊ ഇയാൾ അങ്ങനെ വിളിച്ചു പറഞ്ഞ് പിടിപ്പിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ അയാൾക്കെതിരായിട്ട് കേസിനൊന്നും പോകുന്നില്ലല്ലോ. കേസിന് പോകുമെന്ന് പറഞ്ഞു. ഇനി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കും എന്ന് പറഞ്ഞതെല്ലാം ചേർത്ത് ഞാൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നെ ഭീഷണിപ്പെടുത്തുവാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളും വാക്കേറ്റമായോ? വാക്കേറ്റമായിരുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഈ ഒരു തവണയും കൂടി കൊണ്ടുപോയാൽ മതി, ഇനി ഒരിക്കലും ഇനി ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കില്ല, ഈ ഒരു തവണ നീ ഇത് കൊണ്ടുപോയാൽ മതി. എറണാകുളത്ത് കൊണ്ടുവന്ന് ഒരു കോഴി വളർത്തുന്ന ഒരു നിസാർ എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനതെല്ലാം വ്യക്തമായിട്ട് പറയുകയും ചെയ്തിരുന്നു പോലീസിനോട്. പക്ഷെ ഇവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ല സർ. പോലീസുകാർ അതിന് താല്പര്യം കാണിച്ചില്ല. എന്നെ മാത്രം അറസ്റ്റ് ചെയ്തു, വലിയ വാർത്തയാക്കി. ഞാൻ മാത്രം ജയിലിൽ. അങ്ങനെയാണോ ജയിലിലേക്ക് പോയത്? ജയിലിലേക്ക് പോയത്. ആ ജയിൽവാസം 12 കൊല്ലം നീണ്ടുപോയി അല്ലേ? ആ ഒരു ജയിൽവാസം 12 കൊല്ലം നീണ്ടു നിന്നു. ഈ ഷാജഹാൻ എങ്ങനെയാ പരിചയം വന്നത്? ഷാജഹാൻ വീടിന്റെ അടുത്തുള്ള ഒരാളാ. അയാള് അവര് ക്രിമിനൽ ആയിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഫ്രൂട്ട്സ് കച്ചവടം ഉണ്ടായിരുന്നു അയാൾക്ക്, കുറി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. കസേര കുറി, സ്വർണ്ണക്കുറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. പക്ഷെ അയാൾ ഇത്രയും ക്രിമിനൽ ആയിരുന്നു എന്ന് ഞാൻ പിന്നീട് അറിയുന്നത് ജയിലിൽ ചെന്നപ്പം. പക്ഷെ നിങ്ങളിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്ന എറണാകുളത്തേക്കുള്ള യാത്രയിൽ അയാളുടെ ഗൂഢാലോചനയിൽ പോലീസ് പിടിച്ചതാണ് അല്ലേ? ഇന്നിപ്പോ ആരൊക്കെ കൂടെ വന്നിരിക്കുന്നത്? ഇന്ന് കൂടെ വന്നിരിക്കുന്ന എന്റെ അനുജത്തി ഉണ്ട്. എന്റെ അനുജത്തിയുടെ പേരെന്താ? എന്റെ പേര് റാണി ജോസഫ്. റാണി ജോസഫ്. അപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാൻ ഹരിതകർമ്മസേനയായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ജോസഫോ? ജോസഫ് കാറ്ററിംഗിന്റെ പണിയാ. ഓക്കെ. അപ്പൊ മോളോ? ഇത് എന്റെ ചേച്ചിയുടെ മകന്റെ മകളാ. മോളുടെ പേര്? സാൻവിക റോസ്. സാൻവിക റോസ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 5ാം ക്ലാസ്. ഏത് സ്കൂളില്? GHSS ആനപ്പാറ സ്കൂൾ. അപ്പൊ ഇത് താങ്കൾ ഇതിന്റെ അഭിഭാഷകനായിരുന്നു അല്ലെ? നമ്മൾ നേരത്തെ ഒരു പരിചയമുണ്ട്, എനിക്കറിയാം. നമ്മളൊരു ടോക്ക് ഷോയിലൊക്കെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തു. അപ്പൊ താങ്കളുടെ പേര് മഞ്ജു ആന്റണി, ഓർമ്മയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ താടിയൊക്കെ അങ്ങിങ്ങി വെളുത്തു തുടങ്ങി. വെളുക്കണമല്ലോ, അന്നും ഇന്നും ഒരുപോലെ. ഇല്ല, അത് പെയിന്റാ. അപ്പൊ നമ്മൾ കേസിലേക്ക് വന്നു കഴിഞ്ഞാലേ, യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ഷാജഹാൻ ഇങ്ങനെയൊക്കെ പറയുന്ന കഥാപാത്രങ്ങളൊന്നും പോലീസ് ചോദ്യം ചെയ്യാതെ വിട്ടയച്ചത്? അല്ല, ആക്ച്വലി ഷാജഹാന്റെ കേസ് പ്രതിയാക്കിയിരുന്നു. കോടതി ഷാജഹാനെ വെറുതെ വിട്ടതാ. കോടതിയാണ് വെറുതെ വിട്ടതാ. അല്ലെ, യഥാർത്ഥത്തില് അങ്ങ് ഈ കേസിലേക്ക് ഇറങ്ങാനുള്ള കാര്യം എന്തായിരുന്നു? ഇവരുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതുകൊണ്ടാണോ? അതെ, ഇതിനകത്ത് അത് തന്നെ. അത് വേറെ കാര്യം. ഞാൻ ബോധ്യപ്പെട്ടാലില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് കേസ് നടത്താൻ ബാധ്യസ്ഥനാണ്. അതെ. ഇതിലേക്ക് വരാൻ കാര്യം, രസകരമായ ഒരു സംഗതി, 2009 ഡിസംബർ 31, അതായത് വർഷാവസാനമാണ് ഈ ലിസിയ കേസിൽ സുൽത്താൻ ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അതായത് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ ക്രൈം 1/2010, ആ സ്റ്റേഷനിലെ ആ വർഷത്തെ 2010 ആദ്യത്തെ കേസ് ലിസിയുടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വടകര NDPS കോടതിയിലാണ് ശിക്ഷിച്ചത്. അതെ, സ്പെഷ്യൽ കോർട്ടിലാണ്. അവിടെ ശിക്ഷിച്ച് കഴിഞ്ഞ് കേസ് ഹൈക്കോടതി വന്നു. വടകര ഞാനല്ല നടത്തിയത്, ഹൈക്കോടതിയിലും വേറെ ഏത് അഡ്വക്കേറ്റ് ആയിരുന്നു നടത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു കോള് വന്നു. വിളിച്ചിട്ട് ചോദിച്ചു, സാർ എന്നാ എന്നെ ഇറക്കിക്കൊണ്ട് പോകുന്നു ചോദിച്ചു. ആരോ ഒരാള്. അപ്പൊ ഞാൻ എന്നോട് ഇത്ര ധൈര്യമായിട്ട് എന്നെ ഇറക്കിക്കൊണ്ട് പോകുന്ന ആരാന്ന് ചോദിക്കാൻ ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ സാറിന് ഇതിൽ അങ്ങനെ ഈ സാറിനെ പ്രേമിക്കുന്നവരൊക്കെയാണ് എന്നെ ഇറക്കിക്കൊണ്ട് പോകുന്നത് എന്നാന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നാ വിളിച്ചുകൊണ്ട് പോകുന്നു ചോദിക്കും. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആരും പ്രേമിച്ചിട്ടുമില്ല, അവസരവും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടത് ആരാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നമ്പർ മാറിപ്പോയതാണോ? അപ്പം ചോദിച്ചു, അഡ്വക്കേറ്റ് മഞ്ജു ആന്റണി അല്ലേ? അതെ ആണെന്ന് പറഞ്ഞു. എന്നാ ഞാൻ എൻ്റെ പേര് ലിസി എന്നാണ്, ഞാൻ സാറിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, അതാണ് വിളിക്കുന്നത്. ഞാനിപ്പോൾ പൂജപ്പുര വനിതാ ഓപ്പൺ ജയിലിലാണ്. സാറിന് ഇങ്ങനൊരു കേസുണ്ട്, സാറിനെ ഏൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരിട്ട് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഓഫീസിൽ വന്ന് കണ്ടു, സംസാരിച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ കേസ് എടുക്കുന്നത്. താങ്കൾ ഇങ്ങനെ കുറെ അധികം കേസുകൾ ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം അല്ലേ? അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന്. എങ്ങനെയാണ് ലിസി ഈ അഭിഭാഷകനെ കുറിച്ച് അറിഞ്ഞത്? ജയിലിൽ ഒട്ടുമിക്ക സാധുക്കളായ പ്രതികളെ സാറാണ് രക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരു അഡ്വക്കേറ്റിനോട് ഇത്രയും ഒരു ധൈര്യത്തോടെ, ഒരു മറയില്ലാതെ കയറി എന്നെ എപ്പോഴും ഇറക്കിക്കൊണ്ടുവന്ന് ചോദിച്ചാൽ അതിന്റെ ചെയ്ത വികാരം എന്തായിരുന്നു? എനിക്കൊരു പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് ആ ആത്മവിശ്വാസത്തിൽ നമ്മളങ്ങ് ചോദിച്ചാൽ വക്കീല് പിടിച്ചുപോയി. അവരുടെ കോൺഫിഡൻസ് ആണ്. അത് ഞാൻ സമ്മതിക്കുന്നു. കാര്യം താങ്കളെ പോലെ സീനിയർ ലോയറോട്
ഇങ്ങനെ ഒരു കോൺഫിഡൻസോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അല്ല, എന്റെ തെറ്റ് തന്നെ, ജയിലിൽ നടക്കുന്നതെന്നാണ് ആള് ചോദിച്ചത്, ഞാൻ കേട്ടപ്പോൾ തെറ്റ്. ഓക്കെ, അപ്പോ താങ്കൾ അങ്ങനെ ഈ കേസ് ഏറ്റെടുത്തു അല്ലേ? ശരിക്കും ഈ 12 കൊല്ലം എങ്ങനെയാണ് ശിക്ഷ നീണ്ടുപോയത്? അല്ല, അത് 2 കേസ് പ്രതിയായിരുന്നു. ഈ NDPS ആദ്യത്തെ തവണ പിടിച്ച കേസുണ്ട്, അതെ, രണ്ടാമത്തെ കേസുണ്ട്. ആ 2 കേസ് വന്നുകൊണ്ടാണ് തുടർച്ചയായിട്ട്. ഒന്ന് സുൽത്താൻ ബത്തേരി, ഒന്ന് എറണാകുളമായിരുന്നു. അത് അപ്പം ഒന്നിൽ കൂടുതൽ കേസ് പ്രതിയായി കഴിഞ്ഞാൽ കൂടിയ ശിക്ഷയും കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് ജാമ്യം കിട്ടാൻ കോടതി ഒരു ഹാബിച്വൽ കുറ്റവാളി. അതെ. അത് കഴിഞ്ഞ് 2 കേസ് ശിക്ഷിക്കപ്പെട്ട് കിടന്നുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തില്ല, ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല. ഞാൻ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ താങ്കളോട് ചോദിക്കുകയാണ്, അതായത് ഇവര് ഇപ്പം ആരുടെ പ്രേരണ കൊണ്ടായാലും ഇവര് മയക്കുമരുന്ന് കടത്തി. അപ്പൊ ഈ മയക്കുമരുന്ന് കടത്തിക്ക് ഒരു കുറ്റവാളിയാണ്. അപ്പൊ നമുക്ക് ഇവര് നിരപരാധിയാണെന്ന് പറയാൻ കഴിയുമോ? അല്ല, അതിനകത്തൊരു രസകരമാണ്. ഞാൻ ഏത് കക്ഷികൾ വന്നാലും വക്കീലൊന്ന് കൺസൾട്ട് ചെയ്യും. സാധാരണ കൺസൾട്ടിങ് കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ലെന്നാണ്. പക്ഷെ ഇത് ആളെ വെറുതെ വിട്ടുകൊണ്ട് എനിക്ക് പറയാം. ഇപ്പം കോഴിക്ക് കൊടുക്കാനുള്ള മരുന്നാണെന്നാണല്ലോ ആണ് പറഞ്ഞത്. കോഴിക്ക് ഹോർമോൺ കുത്തിവെക്കാൻ കോഴിക്ക് ഹോർമോൺ കുത്തിവെന്നാണ് പറഞ്ഞത്. അതൊന്നും അല്ല. ഇതിനകത്ത് കേസിന്റെ ഫയൽ ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് 90 ആംബ്യൂൾസ് ഫിനേഗൺ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അതുകൂടാതെ 650 ആംബ്യൂൾസ് ഓപ്രോ മെറ്റഫിൻ പറഞ്ഞ ഒരു മരുന്നുണ്ട്. അതുകൂടാതെ ഡയസെഫാം അനദർ 140 ആംബ്യൂൾസ്. ഇങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഇവരിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. പാവത്തിന് ഇത് മയക്കുമരുന്നാണെന്ന് അല്ലെങ്കിൽ കോൺട്രബാൻഡ് മെറ്റീരിയലാണെന്ന് മനസ്സിലല്ല. കോഴിക്ക് ഉള്ള ഹോർമോൺ അപ്പോഴേ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. ഓക്കെ, യഥാർത്ഥത്തില് നമ്മളിപ്പോ പ്രത്യേകിച്ച് നാർക്കോട്ടിക് കേസുകളൊക്കെ തന്നെ ശിക്ഷയൊക്കെ രൂക്ഷമായിട്ട് തന്നെ കിട്ടുമല്ലോ സാധാരണഗതി. അപ്പൊ ഏത് ആംഗിളിലാണ് താങ്കൾ ഈ കേസെടുത്തത്? കാരണം ഈ കേസിൽ പരമാവധി ശിക്ഷ കൊടുക്കാൻ സാധ്യതയുള്ളൊരു കേസാണ്. അതെ. അപ്പൊ ഈ പ്രതി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത്ര സാധാരണ സംഭവമല്ല. തന്നെയല്ല, ഒരു കോടതി ശിക്ഷിച്ച കേസാ, കുറ്റവാളി എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഉള്ള ഒരു കോടതി വിധി മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഇസ് ഹാൻഡ് ഓഫ് ഗോഡ്. ഞാനൊരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പുള്ള അഡ്വക്കേറ്റ്സും ശ്രമിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ വിജയിച്ചു. അങ്ങയുടെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര കൊല്ലം ഇവര് ജയിലിൽ കഴിയേണ്ടി വന്നതിന്? ഏതാണ്ട് 25 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നതിന്. ഇത് 12 കൊല്ലം കൊണ്ട് ഇറങ്ങി. മറ്റേ കേസിന്റെ കൂടെ 2 കേസ് വരുമ്പോൾ 25 വർഷമാവും. 25 കൊല്ലം ആവും. അപ്പോ വലിയൊരു കാര്യമാണ് അല്ലേ? 28 കൊല്ലം കിടക്കേണ്ടി വന്നതിന്. അപ്പോഴത്തേന് ജീവിതം വേണ്ട അവസാനിക്കും അല്ലേ? ഏത് പ്രായത്തിലാ ജയിലിൽ പോയത്? 34, 8, 42, 20, 62. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഞാൻ കിടക്കുന്നതിന് സങ്കടമില്ല സാർ. പക്ഷെ അമ്മയില്ലാത്തൊരു കുഞ്ഞിനെയാണ് ഞാൻ നോക്കുന്നത്. ആ മോള് അമ്മ ഇട്ടിട്ട് പോയത്. ഈ കുഞ്ഞിനെ നിങ്ങളാ നോക്കുന്നല്ലേ? അതെ. പിന്നെ 90 വയസ്സ് നിങ്ങളുടെ ഇതിൽ വന്നത് ഈ മകള് എന്റെ അനുചിത്തിയുടെ മകന്റെ കുഞ്ഞാണ്. അവൻ കൊടകിന്ന് സ്നേഹിച്ചു കൊണ്ടുവന്നതാണ് അവളെ. അപ്പൊ ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഈ കുഞ്ഞിനൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോ ഈ കുഞ്ഞിനെയായിട്ട് അവൻ ഇങ്ങോട്ട് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി പോയി. കുഞ്ഞിന്റെ അമ്മ കൊടകി തന്നെയുള്ളത്. അവള് കൊടകി വരുന്നില്ല. കൊടകുകാരിയാണ്, മലയാളിയല്ല. ഇപ്പൊ അവള് വേറെ വിവാഹം കഴിച്ചു, അതിലൊരു കുഞ്ഞായി. ഇത് വളർന്നു വരുമ്പോ ഇതിന്റെ ഭാവി എന്താവുന്ന ഒരു പേടിയായിരുന്നു എനിക്ക്. അതായിരുന്നു എന്റെ മനസ്സെന്നറിയാം. എനിക്ക് ഉറങ്ങാൻ വരെ സാധിച്ചിട്ടില്ല ജയിലിൽ കിടന്ന്. പിന്നെ ഇത്രയും പ്രായമായ അമ്മ. എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ട് സാർ ജയിലില്. ഞാൻ 6 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് എനിക്ക് പരോള് കിട്ടുന്നത്. 6 കൊല്ലം ഒരു ദിവസം പോലും പരോള് കിട്ടിയില്ല? ഇല്ല, കിട്ടിയിട്ടില്ല. ഞാൻ ആകെ പേടിച്ച് വിറച്ച് എന്ത് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും സമ്പാദിക്കണം. ഈ 28 വർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ജീവിതം മൊത്തമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു 10 രൂപ എന്റെ കയ്യിൽ ഉണ്ടാവണം. അതില്ല. അങ്ങനെയൊന്നും. വെറും 2000 രൂപയ്ക്ക് വേണ്ടി 28 വർഷമാണ് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ എന്റെ ഈ കുഞ്ഞ്, എന്റെ അമ്മയ്ക്ക് വേറെ ഈ പെൺമക്കളെല്ലാവരും കല്യാണം കഴിച്ചയച്ചു. ഒരാ സഹോദരനുള്ളത് വേറെയാണ് താമസിക്കുന്നത്. ഈ അമ്മ ഒറ്റയ്ക്ക് ഒരു ചെറ്റക്കുടിലായിരുന്നു സാർ താമസിക്കുന്നത് ഞാൻ പോകുന്ന സമയത്ത്. ആ അമ്മയെ ഓർത്തിട്ടും ഈ കുഞ്ഞിനെ ഓർത്തിട്ടും എനിക്ക് എങ്ങനെയും ജയിലിൽ നിന്ന് വരണം. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇത്. മഞ്ജു ആന്റണി സാറിനെ പറ്റി അറിയാൻ ആരെ പിടിച്ചാലാണ് കിട്ടുക. ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഒരു വഴി ഉണ്ടാക്കി തരണേന്ന്. ഞാൻ മഞ്ജു ആന്റണിയുടെ കാര്യം സുജാത എന്ന് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരിയാ പറഞ്ഞേ. ജയിലിൽ വെച്ച് പറഞ്ഞു. ജയിലിൽ കിടക്കുന്ന ആളാ. ഈ മഞ്ജു സാറിനെ വിളിക്കേ, ചിലപ്പോ നിന്നെ രക്ഷിക്കുമെന്ന്. പിന്നെ ഞാന് ജയിലിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒത്തിരി പീഡനമേറ്റ ഒരാളാണ് സാർ ഞാൻ. ജയിലിലെ ഏറ്റവും നല്ല എഴുത്തുകാരി, ഒരു നല്ല കഥാകാരി എന്നുള്ള കഥ എഴുതി പൂർണ്ണ പബ്ലിക്കേഷന്റെ ഒരു ബുക്ക് വരാൻ പോകുന്നു. ലാലേട്ടൻ എനിക്ക് അത് ഡെമ്മി വെച്ചിട്ട് പ്രകാശനം ചെയ്തിരുന്നു. അന്ന് പ്രിന്റിങ് നടന്നിരുന്നില്ല, റെഡി ആയിട്ടില്ല. അത് ലാൽ സലാം പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇത്ര എല്ലാം ചെയ്ത് ജയിലിന് നല്ല പേര് നേടിക്കൊടുത്തു ഞാൻ. അതേപോലെ ചെന്നൈ അന്ന് തൊട്ട് തൊഴുത്തിലായിരുന്നു സാർ എനിക്ക് ജോലി.
രാവിലെ പുലർച്ചയ്ക്ക് 5 മണി തൊട്ട് ചാണകമൊക്കെ വരണോ? ചാണകം വാരണം, പശുവിനെ കുടിപ്പിക്കണം, ആ. കറക്കണം, ആ. പുല്ലരിയണം, ആ. ഒത്തിരി ജോലികളായിരുന്നു. ആ എനിക്ക് ഇത്തിരി ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ എല്ലാ ജോലിയും ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എന്നെയായിരുന്നു കൂടുതൽ അത് ഏൽപ്പിക്കുക. ഞാനത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാലും എങ്ങനെയെങ്കിലും എല്ലാവരും കൂടിയിട്ട് എന്നെ ഒന്ന് പുറത്തിറക്കി കിട്ടണം, പുറത്തിറങ്ങണം, ഒരു പരോള് കിട്ടണം എന്നുള്ള ഒരു ഇതായിരുന്നു. ഒരു പ്രാവശ്യം എല്ലാവർക്കും പരോളായി എനിക്ക് കിട്ടേണ്ട ചാൻസ് വേറെ ഒരാൾക്ക് കൊടുത്ത ഒരു അനുഭവം വരെയുണ്ട് എനിക്ക്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യോ അവിടെ? കാരണം എന്നെ കൊണ്ടുപോകാൻ ആളില്ല എന്ന് അന്നത്തെ വെൽഫെയർ എഴുതി കൊടുത്തു. പേര് പറയുന്നില്ല സാറേ, കാരണം എനിക്ക് എല്ലാരും അല്ല, പ്രിയപ്പെട്ട. നിങ്ങൾക്ക് പരോള് തന്നാലും നിങ്ങളെ കൊണ്ടുപോകാൻ ആളില്ലെന്നാണോ ജയിൽ അധികൃതർ പറയുന്നത്? ആ, അന്നത്തെ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല. എന്റെ അനുജത്തിമാര് വരുമായിരുന്നു അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി താങ്കളുടെ ജയിലിലെ അനുഭവങ്ങളൊക്കെ നമുക്കറിയണം. കാരണം ഒരു നിരപരാധിയായ ഒരു വീട്ടമ്മ മറ്റൊരു നരാധമന്റെ പ്രവർത്തനം കൊണ്ട് ജയിലായ കേസാണല്ലോ താങ്കൾ. അപ്പൊ നമുക്ക് ഇവിടെ 2 രീതിയിൽ മത്സരിക്കാം. ഇത് കണ്ടിട്ടുണ്ടോ ഈ പരിപാടി? കണ്ടിട്ടുണ്ട് സാർ. അപ്പം 10 ചോദ്യങ്ങൾ വേണോ 20 ചോദ്യങ്ങൾ വേണോ? 20 ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങളോടൊപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകണം. ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. അഡ്വക്കേറ്റ് മഞ്ജു ആന്റണി, വി ആർ സ്റ്റാർട്ടിംഗ്. ഓക്കെ, 10,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റർ. അപ്പൊ ലിസി ജോർജ്, സുൽത്താൻ ബത്തേരി, താങ്കൾ അങ്ങോട്ട് നോക്കിക്കോളൂ. ഞാനൊരു ദൃശ്യം കാണിച്ചു തരാം. ഇനി പറയുന്നതിൽ ഏത് സർവകലാശാലയുടെ ചിഹ്നത്തിലാണ് ഇങ്ങനെ ഒരു ചർക്കയുടെ രൂപം കാണാൻ കഴിയുന്നത്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ബി കേരള യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ഡി കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ എ. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഓക്കെ, ഞാൻ പൂട്ടട്ടോ? ഓക്കെ, ഞാൻ പൂട്ടി. അപ്പൊ 10,000 രൂപ കയ്യിൽ കിട്ടി. യു ആർ റൈറ്റ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചിഹ്നത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ചർക്കയുടെ രൂപം ഉള്ളത്. അപ്പോൾ 10,000 രൂപ നമുക്ക് കിടച്ചു. അനുഭവങ്ങളുടെ ഘോഷയാത്രയാണ് ഞാൻ ഈ നാവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആദ്യത്തെ സുൽത്താൻ ബത്തേരിയിലെ കേസ് ഉണ്ടല്ലോ, ആ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിവെടുക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? ഇല്ല. എറണാകുളത്തെ കേസിലോ? എറണാകുളത്തെ കേസിൽ കൊണ്ടുപോയിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി പ്രത്യേകിച്ച് നമ്മുടെ ഇതിൽ അറിയാതെ ചെന്ന് ചാടിയതാണല്ലോ. വീട്ടിലുള്ളവരെയൊക്കെ കാണും വല്ലാത്ത സങ്കടമാവുമല്ലോ. എന്തായിരുന്നു വീട്ടിലെ ഒരു അന്തരീക്ഷം? അപ്പോ വീട്ടിൽ അന്ന് എന്റെ അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെല്ലാവരും അറിഞ്ഞില്ലേ ഇങ്ങനെ? അറിഞ്ഞിരുന്നു, പക്ഷെ അമ്മയുടെ കൂടെ ആരും ഇല്ലായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് വീട്ടിലുണ്ട്. വീട് പൊളിച്ചോ? വീട് പൊളിച്ചിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. പഞ്ചായത്തിൽ നിന്ന് അമ്മച്ചിക്ക് ചെറിയൊരു ലോണ് കിട്ടിയിരുന്നു പെരയൊന്ന് പുതുക്കി പണിയാൻ വേണ്ടി. അതിന് ആ പെര പൊളിച്ചിട്ടിരിക്കുന്ന സമയത്താണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എറണാകുളത്ത് വെച്ചിട്ട്. ഈ അമ്മ ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചീൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. തീരെ വയ്യാതെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അന്ന് വീണതുപോലെയാണ്. പിന്നെ പെരപണി നേരെ നോക്കി നടത്താനോ ഒന്നും സാധിക്കാത്തതുകൊണ്ട് ഇന്നും ആ പെര അതേപോലെയാണ്. നല്ല രീതി പണിയാതെ അതിനകത്താണ് ഞങ്ങൾ കിടക്കുന്നത്. അന്ന് അമ്മച്ചി അന്ന് വീണതാ. അമ്മച്ചി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ പതുക്കെ വടികുത്തി നടക്കും. ശ്വാസം. വേറെ ആൾക്കാരില്ലേ വീട്ടില്? അനീത്തിമാരെല്ലാവരും ദൂരെ കെട്ടിച്ചു. ഒരു അനീത്തി പൊള്ളലേറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആ, പൊള്ളലേറ്റ്. അവളുടെ കെട്ടിയമ്മ ഹസ്ബൻഡ് വന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവളുടെ വീട്ടിലേക്ക്. ഈ അമ്മച്ചി മാത്രം ഒറ്റയ്ക്ക്. സഹോദരൻ വേറെ ആയിരുന്നു താമസിക്കുന്ന. അന്ന് കുറച്ച് ദൂരെയായിരുന്നു. അമ്മയുടെ അനിയൻ എന്ന് പറഞ്ഞ ആള് പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്? പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആഘോഷിക്കുകയോ ചെയ്തുള്ളൂ ഞാൻ ജയിലിലായി എന്ന് കണ്ടപ്പോ. അവർക്ക് സന്തോഷമാകുകയോ ചെയ്തുള്ളൂ. അപ്പൊ ജയിലിലെത്തിയപ്പോ എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആയിരുന്നു സാർ. ഭ്രാന്ത് പിടിക്കുന്ന പോലെ. എനിക്ക് ഏറ്റവും സങ്കടം അന്ന് ഈ കുഞ്ഞില്ല, അമ്മച്ചിയായിരുന്നു. അമ്മച്ചീനെ എന്താ ചെയ്യുക, എങ്ങനെയാ, അമ്മച്ചിക്ക് എന്ത് സംഭവിക്കും, അങ്ങനെയുള്ളൊരു പേടിയായിരുന്നു. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്നുള്ളൊരവസ്ഥയായിരുന്നു. എനിക്ക് ആരോടും മിണ്ടാനോ ഒന്നിനും പറ്റുന്നില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാനോ ഞാൻ എങ്ങനെ ആ നിമിഷം കഴിച്ചു കൂട്ടിയെന്നറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു എനിക്ക്. ഇപ്പോഴും എനിക്കത് ഓർക്കാൻ തന്നെ പറ്റുന്നില്ല സർ. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു ഞാൻ ചെയ്ത തെറ്റുകളോ അല്ലെ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളോ അല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ എനിക്ക് ദൈവം പോലെ എനിക്കൊരു അഡ്വക്കേറ്റിനെയും കിട്ടി. എന്നെ ഒത്തിരി അഡ്വക്കേറ്റ്സ് ചതിച്ചു സാർ. എൻ്റെ അമ്മച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ, പെൻഷൻ കിട്ടുന്ന പൈസ, ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് ഓരോ അഡ്വക്കേറ്റ്സിനെയും പോയി കാണുമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ. പക്ഷെ ഒത്തിരി പേര്, എനിക്ക് ആരെയും പേര് പറയാനൊന്നും താല്പര്യമില്ല. ഇത് അവർ കാണുന്നുണ്ട്, അവർക്കറിയാം എന്നെ ഒരു വനിതാ അഡ്വക്കേറ്റ് ചതിച്ചിട്ടുണ്ട്. വനിതാ അഡ്വക്കേറ്റിനോട് ഞാൻ പറഞ്ഞു, താങ്കളുടെ ഒത്തിരി പേര് പ്രതിഫലം വാങ്ങിച്ചിട്ട് പിന്നെ അഭിഭാഷകർ പറ്റിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഞാൻ ഒരു വനിതാ അഡ്വക്കേറ്റിനോട് പറഞ്ഞു, ഞാൻ ഹൈക്കോടതിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി മരിക്കും, അല്ലെങ്കിൽ ഹൈക്കോടതിന്റെ മുന്നിലിരുന്ന് നിരാഹാരം ഇരുന്ന് മരിക്കും. മേഡം എൻ്റെ കേസിന്റെ എല്ലാ പേപ്പേഴ്സും ഒന്ന് തരണം,
അല്ലെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും. ലിസി ഇപ്പൊ പരോൾ ഇറങ്ങുന്നില്ല, തൽക്കാലം അത് മതി എന്ന് എന്നോട് പറഞ്ഞ അഡ്വക്കേറ്റ്. അത് ഈ നിങ്ങൾ എങ്ങനെ അവർക്ക് പൈസയൊക്കെ ഈ വക്കീലന്മാർ കൊടുത്തെന്ന് പറഞ്ഞ പൈസ എങ്ങനെയാണ് കൊടുത്തത്? പൈസക്ക് വഴി എന്തായിരുന്നു? വഴി അമ്മച്ചിക്ക് പെൻഷൻ കിട്ടിയ പൈസ അമ്മച്ചി സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നെ അമ്മച്ചി എസ്റ്റേറ്റിന്ന് ജോലി ചെയ്തപ്പോൾ കിട്ടിയ ചെറിയൊരു ബോണസ് ഒക്കെ ഉണ്ടായിരുന്നു, അതും. പിന്നെ അനീത്തിമാരോട് എല്ലാവരും 2000 3000 അങ്ങനെ വെച്ചിട്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു അഡ്വക്കേറ്റ്സിന്. ഓരോ തവണ പോയി കാണുമ്പോഴും പറയും എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം സാർ, എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം, എൻ്റെ അമ്മയെ ഓർത്തിട്ടൊന്ന് ഇറക്കണമെന്ന്. ഓയ് ഉടനെ തന്നെ ഇറക്കാം, എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം ജാമ്യം എടുത്തു തരാന്ന് പറഞ്ഞിട്ടാണോ ഈ പൈസ ഒക്കെ വാങ്ങിച്ചത്? ജാമ്യം എടുത്തു തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരാരും വാഗ്ദാനം പാലിച്ചില്ല? ആരും പാലിച്ചില്ല. അങ്ങനെ ഞാനൊരു അഡ്വക്കേറ്റിനോട് വഴക്കുണ്ടാക്കി, എന്റെ പേപ്പറെങ്കിലും ഒന്ന് താന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ പൈസ കൊടുത്തു വലിയ എമൗണ്ട് ആണോ ചെറിയ എമൗണ്ട് ആണോ? വലിയ എമൗണ്ട് വരെ കൊടുത്തുണ്ട്. ജയിലിൽ നിന്ന് അയച്ചു കൊടുത്ത പൈസകൾ വരെയുണ്ട്. പണിയെടുത്തിട്ട് 21 രൂപയ്ക്ക് തൊട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയ ഞാൻ ആ പണം വരെ അയച്ചു കൊടുത്തവരുണ്ട്. 10,000 20,000 രൂപയൊക്കെ അയച്ചു കൊടുത്തു. വലിയ എമൗണ്ട് എത്ര കൊടുത്തിട്ടുള്ളത്? വലിയ എമൗണ്ട് 1 ലക്ഷം രൂപ വരെ കൊടുത്തവരുണ്ട്. ഈ വാങ്ങിച്ച വക്കീലന്മാരെ പിന്നെ കണ്ടിട്ടുണ്ടോ? അതിലൊരു അഡ്വക്കേറ്റ് 25,000 രൂപ തിരിച്ചു തന്നിട്ടുണ്ട്. എന്താ തിരിച്ചു തരാൻ കാര്യം? കാരണം എന്നെ ഹൈക്കോടതി ശിക്ഷ ശരിവെപ്പിച്ചു. ഏതൊരു കേസിനും ഒരു സാവകാശമുണ്ട് സാർ. 3 മാസവും കൊണ്ട് എന്റെ ശിക്ഷ ശരിവെപ്പിച്ചത് ഒരു അഡ്വക്കേറ്റ്. ആദ്യത്തെ കേസിൽ 10 വർഷം 1 ലക്ഷം രൂപേന്റെ അത് ഹൈക്കോടതിയിൽ കൊടുത്തു. ആദ്യത്തെ കേസിലെ വിധി അങ്ങനെയായിരുന്നു, 10 വർഷം 1 ലക്ഷം രൂപ കഠിന തടവ്, 1 ലക്ഷം രൂപ പിഴ. അതിനാ അഡ്വക്കേറ്റ് ഉടനെ തന്നെ ലിസിയുടെ കേസ് പിടിപ്പിച്ചു തരും, അല്ലെ ജാമ്യം എടുത്തു തരുമെന്ന് പറഞ്ഞു ഒരു സാവകാശം കൊടുക്കാതെ പെട്ടെന്ന് പോയി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിക്ക് ദേഷ്യം വന്നു. ഹൈക്കോടതി ആ ശിക്ഷ ശരിവെച്ചു. ഞാൻ ശിക്ഷിച്ചതിന്റെ ഒരു 2ാമത്തെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഹൈക്കോടതിക്ക് ദേഷ്യമൊന്നും ആയിരിക്കില്ല. ഹൈക്കോടതി കീഴ്ക്കോടതി വിധിയിൽ അല്ലേ അഭിഭാഷകൻ അല്ലേ കുറ്റപ്പെടുന്നില്ല, അവർ ബെസ്റ്റ് എഫർട്ട് നടത്തി അല്ലേ? അതെ, അവര് നിയമങ്ങളല്ലേ നോക്കൂ. ഇപ്പൊ കീഴ്ക്കോടതി വിധിയിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിലല്ലേ ഇടപെടും അവര്. അത് കഴിഞ്ഞ് അതിനെ കുറിച്ച് വേറൊരു ജഡ്ജി വിളിച്ച് ചോദിച്ചു, ഒരു പ്രമുഖ ജഡ്ജി, എന്താ ഇത്ര പെട്ടെന്ന് ശരിവെപ്പിച്ചതെന്ന്. ആ ജഡ്ജി കാരണം, ആ വിളിച്ച് ചോദിച്ച ജഡ്ജി കാരണം എനിക്ക് പരോള് വരെ കിട്ടിയത്. ഞാൻ ചെന്നിട്ട് മേഡം എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ജഡ്ജി എഴുതി കൊടുത്തു, ലിസിക്ക് എങ്ങനെയെങ്കിലും പരോള് കൊടുക്കണമെന്ന് എഴുതി കൊടുത്തു. ആ ഒരു ഇത് വെച്ചിട്ടാണ് എനിക്ക് പരോള് വീണ്ടും കിട്ടിയത്. ഈ ജയിലിൽ കിടക്കുന്ന ഈ 6 കൊല്ലമില്ലേ, പരോള് കിട്ടാത്ത ഈ 6 കൊല്ലം, അന്ന് ആരെങ്കിലും അന്വേഷിച്ചു വന്നിരുന്നോ? അന്വേഷിച്ചു വന്നു. എന്റെ അനുജത്തിമാര് വരുമായിരുന്നു. അവര് മാത്രമേ വരുമായിരുന്നു മാത്രം. പിന്നെ കുറെ ഞാൻ എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോ കുറെ മാധ്യമങ്ങളൊക്കെ വന്നിരുന്നു, അല്ലാതെ വേറെ ആരും വരില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മിക്കവാറും പശുത്തൊഴുത്തിലല്ലേ അവിടെ പണി. അപ്പൊ ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ? അത് ഈ അനിയത്തിമാര് കണ്ടിട്ടുണ്ടോ? അത് അനിയത്തിമാര് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ചാണകത്തിൽ കുളിച്ച് പശുവിനെ കുളിപ്പിച്ച് പുല്ലൊക്കെ എരിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിലായിരിക്കും ഇവര് ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ ഇവരും കരയും ഞാനും കരയും. ഒരു രക്ഷയില്ലല്ലോ സാർ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരാൻ ഒരു വഴിയില്ലായിരുന്നു അന്നത്തെ സമയം. മാർഗമില്ലായിരുന്നു. ഒന്നാമത് സാമ്പത്തികത്തിന് പ്രശ്നമായിരുന്നു സാർ. അങ്ങനെ ഒന്നും ഈ അനിയത്തിമാരെല്ലാവരും കൂലിപ്പണി ചെയ്യുന്നവരും എല്ലാവർക്കും ഒരേ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ശിക്ഷ എൻ്റെ വിധിയായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ അതെല്ലാം മനസ്സിനകത്ത് അങ്ങോട്ട് ഉൾക്കൊണ്ട് അങ്ങനെ സഹിച്ച് നിൽക്കാന്ന് വിചാരിച്ചു. ഈ കഥയെഴുത്തിലേക്ക് തിരിയാൻ കാര്യം എന്തോ? പണ്ടേ എഴുത്ത് താല്പര്യമുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ് തൊട്ട് കഥ എഴുതും, ചെറിയ നാടകങ്ങൾ എഴുതും, ചെറിയ പാട്ടുകൾ എഴുതി എന്റെ അനിയത്തിമാരെ ഡാൻസ് പഠിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ആദ്യം എഴുതിയ കഥ ആരെ കുറിച്ചായിരുന്നു? ജയിലിൽ വെച്ച് ആദ്യം എഴുതിയത് ചെറിയ ചെറിയ കവിതകളായിരുന്നു എഴുതിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് എഴുതിയത് പൂർണ്ണ പബ്ലിക്കേഷൻ ഒരു മത്സരം നടത്തി. ജയിലിലെ എല്ലാ 54 തടവുകാരെ ചെറുകഥ മത്സരം നടത്തി. അപ്പൊ ഞാൻ എന്റെ മനസ്സിലെന്നേരം എനിക്ക് എഴുതുമ്പോ മാത്രം അങ്ങനെ കിട്ടുന്നതാണ്. വയനാട്ടിൽ നടക്കുന്ന ഒരു സംഭവം, ആദിവാസികളുടെ ഭാഷയിലൊക്കെ ഒരു കഥ അങ്ങോട്ട് എഴുതി. എല്ലാരും ഓരോ അനുഭവങ്ങൾ എഴുതിയപ്പോ ഞാനതൊരു കഥ എഴുതി. ആ കഥയ്ക്ക് 1ാം പേരെന്തായിരുന്നു? പിരാന്ത്. ഭ്രാന്താണ്, പക്ഷെ ആദിവാസികൾ അതിന് പിരാന്ത്. അപ്പോ അതിന് ഈ നമ്മുടെ ഈ കേസുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലല്ലോ? ഇല്ല, കേസുമായിട്ടില്ല. അതിനാണ് സമ്മാനം കിട്ടിയത് അല്ലേ? ഓക്കെ, നമ്മളപ്പോ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 20,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. 2022 ഇന്ത്യയിലെ ആശാ വർക്കർമാർക്ക് ഏത് സംഘടനയുടെ ഗ്ലോബൽ ലീഡേഴ്സ് അവാർഡാണ് ലഭിച്ചത്? ഓപ്ഷൻ എ ഫിഫ, ഓപ്ഷൻ ബി ലോകാരോഗ്യ സംഘടന, ഓപ്ഷൻ സി ലോക ബാങ്ക്, ഓപ്ഷൻ ഡി ഗ്രീൻ പീസ്. ഓപ്ഷൻ ബി ലോകാരോഗ്യ സംഘടന. കണ്ണൊക്കെ പിടിക്കുന്നുണ്ടോ ശരിക്ക്? കാണാൻ പറ്റുന്നുണ്ടല്ലേ? സ്ട്രോങ് കണ്ണാണ്. അല്ല കുഴപ്പമില്ല, സ്ട്രോങ് ആ. അല്ലെങ്കിൽ ഇതൊക്കെ എനിക്കിത് അക്ഷരം ചെറുതായിട്ട് വായിക്കാൻ പ്രയാസമുള്ളല്ലോ തോന്നി. പക്ഷെ താങ്കൾ പയർ പോലെ വായിക്കുക. ഞാൻ സ്ഥിരം ടൈലറിംഗ് ആണ് സർ. ടൈലറിംഗ് ഉണ്ട്? ഓ, അത് ശരി. തയ്യൽ ജോലി നന്നായിട്ട് അറിയാമോ? ജയിലിൽ വെച്ച് പഠിച്ചാണോ അത്? ആദ്യമേ അറിയായിരുന്നു.
പക്ഷെ ഇപ്പൊ അപ്പൊ ഈ ജയിലിൽ തയ്ക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ കന്നുകാലികളെ മേക്കാൻ പോകണ്ടായിരുന്നല്ലോ. എനിക്കിത്തിരി ആരോഗ്യമുള്ള ആളാണെന്നുള്ള ഇതിലായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും തയ്യക്കാരിയാണ്. തയ്യക്കാരി, അതാണ് ഇപ്പൊ എന്റെ ഏക വരുമാനം. ഇപ്പൊ തയ്യലിലൂടെയാണ് ജീവിച്ചു പോകുന്നത് അല്ലേ? ഒരു ദിവസമൊക്കെ എത്ര രൂപ ഉണ്ടാവും തയ്യൽ? വീട്ടിലിരുന്ന് ഞാൻ കുറച്ച് തുണികൾ എടുത്ത് നൈറ്റികളാ ഇപ്പൊ തയ്ക്കുന്നത്. അത് നമ്പർ കൂടി തയ്ച്ച് കൊടുത്തയക്കാണോ? തയ്ച്ച് ഞാൻ തന്നെ ഫീൽഡിൽ കൊണ്ടുപോകും. അതിന് ആവശ്യക്കാരുണ്ടല്ലേ? ആവശ്യക്കാർ ഇഷ്ടം പോലെ. ഓക്കെ, നമ്മള് എല്ലാരും സാറിനോട് അന്വേഷണം പറയാൻ വേണ്ടി നൈറ്റ് വാങ്ങുന്നവരില്ലയോ? നിങ്ങളൊക്കെ ഒരു 2-3 നൈറ്റ് കൂടുതൽ വാങ്ങിച്ചേക്കണം. എന്നുള്ള സ്നേഹം നമ്മുടെ ലിസി ജോർജിനോട് കാണിച്ചേക്കണം. ചിലപ്പോ ഒരു 5 നൈറ്റ് ഒരു കൂടുതൽ വാങ്ങിച്ചാലോ? ഓക്കെ. അപ്പൊ വേറൊരു പേരുണ്ടോ? ലിസി റോസക്കുട്ടി എന്നൊരു പേരുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട പേരതാ. എന്റെ റോസക്കുട്ടി ഞാൻ തന്നെ, എന്റെ അമ്മയുടെ പേരതാണല്ലോ. അമ്മയുടെ പേര് എന്റെ കൂടെ ചേർത്ത ലിസി റോസക്കുട്ടി. ഓക്കെ, അപ്പൊ ലോകാരോഗ്യ സംഘടന ഞാൻ പൂട്ടോ? ഞാനായിട്ട് പൂട്ടാൻ പറ്റുന്ന സ്ഥാപനം അല്ലത്, വലിയ സ്ഥാപനമാണ് അത്. ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പൂട്ടി. ഓപ്ഷൻ ബി ലോകാരോഗ്യ സംഘടന. ലിസി ജോർജ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. ഓപ്ഷൻ ബി. വക്കീൽ സാർ ഇത് കാണുന്നുണ്ടല്ലോ, അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഈ രണ്ടാമത്തെ ഇപ്പൊ എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തതിന്റെ കേസ് അതും കോടതിയിലായല്ലോ. അത് ജയിലിൽ കിടക്കുമ്പോഴാണോ അതിന്റെ വിധി വന്നത്? അതാണ് ഫസ്റ്റ് വിധി വന്നത്. അതിനാണ് 10 കൊല്ലം ആദ്യം വന്നത്. പിന്നെ സുൽത്താൻ ബത്തേരി കേസിലോ അതെപ്പോഴാ വിധി വന്നേ? അത് ഇതില് ശിക്ഷ കിട്ടി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ഏത് ജയിലിലായിരുന്നു? കണ്ണൂർ ജയിലിലായിരുന്നു. കണ്ണൂരിൽ സെൻട്രൽ ജയിലിലായിരുന്നു. 6 മാസം കഴിഞ്ഞു വിധി വന്നു. അത് എത്ര കൊല്ലമായിരുന്നു? അതാണ് 15 വർഷവും 2 ലക്ഷം രൂപ. രണ്ടോട് ചേർത്ത് 25 കൊല്ലം അല്ലേ? രണ്ടും കൂടി ചേർത്ത് 25 കൊല്ലം. ഫൈൻ കിട്ടിയില്ലെങ്കിൽ 3 വർഷം. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അന്ന് കൂടെ പിടിച്ച ഓട്ടോറിക്ഷ അല്ലേ? അയാൾക്കും കിട്ടി 15 കൊല്ലം 2 ലക്ഷം. അയാൾക്ക് അറിയാമായിരുന്നു ഇത്? ഇല്ല, അറിയില്ല. അയാൾ നിരപരാധിയായിരുന്നു. അയാൾ ഇപ്പോഴത്തെ അയാളുടെ അവസ്ഥ എന്തോ? അയാളെ വെറുതെ വിട്ടോ? അയാളെ ഇപ്പൊ വെറുതെ വിട്ടു. എന്നെ വെറുതെ വിട്ടപ്പോ അയാളെയും വെറുതെ വിട്ടു. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴാണ് മയക്കുമരുന്നാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്? എനിക്ക് മയക്കുമരുന്നാണെന്ന് ബോധ്യപ്പെട്ടത് ഞാൻ ജയിലിൽ ഫസ്റ്റ് എറണാകുളം ജയിലിൽ കയറിയപ്പോ 2ാമത്തെ കേസിൽ അവിടെ കയറിയപ്പോഴാണ്. എല്ലാവരും അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം, ജയിലിലെ ഉദ്യോഗസ്ഥരെല്ലാം വല്ലാതൊരു ഭീകര കേസായിട്ട് എല്ലാവരും കൂടി എന്നെ ഒന്ന് പേടിപ്പിക്കും അങ്ങനെ. അപ്പോഴാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്താ മേഡം എല്ലാവരും എന്നോട് ഇങ്ങനെ? എന്താന്നോ, നീ ഒരു നാടിനെ മൊത്തം നശിപ്പിക്കുന്ന മരുന്നുമായിട്ടല്ലേ നടന്നെന്ന്. അപ്പോഴാ സാർ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോകുന്നത്. മയക്കുമരുന്നാണ് ഇത്, ഇത്ര വലിയ പ്രശ്നമുള്ളതാണെന്ന്. കോഴിക്ക് കുത്തിവെക്കുന്ന സാധനമല്ല എന്നുള്ളത്. ഹോർമോൺ. അങ്ങനെ പറഞ്ഞത്. ഈ 2ാമത്തെ കേസിലെ വിധി 15 കൊല്ലം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി കേസില്. അപ്പൊ അവിടെ ഷാജഹാൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഷാജഹാൻ കേസിലൊന്നും വന്നില്ല അല്ലേ? ഷാജഹാൻ കേസിന് വരുമായിരുന്നു. അല്ല, പ്രതിയായോ അയാള്? 3ാം പ്രതിയായിരുന്നു. 1ാം പ്രതി, ലോകത്തെ തന്നെ 1ാം പ്രതി ആകേണ്ട അയാള് 3ാം പ്രതിയായിട്ട് പോലീസ് അയാളെ കാണുകയും ചെയ്തു. കോടതി അയാളെ വെറുതെ വിടുകയും ചെയ്തു. ഓക്കെ, താങ്കളായിരുന്നു 1ാം പ്രതി അല്ലേ? ഞാൻ 1ാം പ്രതി. 2ാം പ്രതി ഓട്ടോ ഡ്രൈവറും. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ സുൽത്താൻ ബത്തേരി കേസാണോ കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ളത്? 2ാമത് ശിക്ഷ വന്നുകൊണ്ട് അതിന് 15 വർഷം കിട്ടി. നർക്കോട്ടിക് കേസിനകത്ത് ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടാൽ 2ാമത്തെ ശിക്ഷ കൊടുക്കുമ്പോൾ കൂടി ശിക്ഷ കൊടുക്കും. അങ്ങനെയാണ് ഇത് 15 വർഷമായത്. പക്ഷേ ആദ്യത്തെ ശിക്ഷ ഇല്ലായിരുന്നെങ്കിൽ ഒരു 10 വർഷമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. കോടതിയുടെ വിവേചനാധികാരമാണ്. ഈ മയക്കുമരുന്ന് കേസുകളിൽ സാധാരണ 20 വർഷം വരെ കൊടുക്കാം. ഇനി കൂടിയ കുറ്റകൃത്യമാണെന്നുണ്ടെങ്കിൽ വധശിക്ഷ വരെ കൊടുക്കാം. ഇത്രയും സീരിയസ് കുറ്റമാണ്, പലരും അറിയാതെയാണ് ചെന്ന് പെട്ടുപോകുന്നത്. മനസ്സിലായി. എനിക്കൊന്ന് ഈ പിന്നീട് ഒരു തവണ കൂടി നിങ്ങളിത് ചെയ്യണം എന്ന് പറയുമ്പോൾ അന്ന് ഇത് മയക്കുമരുന്നാണെന്ന് താങ്കൾക്ക് അറിയാമായിരുന്നു? ഇല്ല, അന്നും അറിയത്തില്ല. അന്നും കോഴിക്ക് വെക്കുന്ന ഹോർമോൺ തന്നെ അല്ലേ? അല്ല സർ, ഫസ്റ്റ് പറയുന്നത് ജാമ്യം ഇത്ര പെട്ടെന്ന് കിട്ടിയില്ലേ? ഇന്നിപ്പോ രാത്രി പോലീസ്, ഇന്ന് വൈകുന്നേരം പിടിക്കുന്നു, നാളെ രാവിലെ എന്നെ ഇറക്കി വിടുന്നു. ഇത്രേ ഉള്ളു പ്രശ്നം. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതെന്താ അങ്ങനെ സംഭവിച്ചു? സാറിന് ഈ നാർക്കോട്ടിക് കേസുകളിലൊക്കെ അങ്ങനെ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അന്നത്തെ കാലത്താണ്. പിന്നെ ഒരു കാര്യമുണ്ട്, വനിതകളാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് പ്രത്യേക പരിഗണന കൊടുക്കാം നിയമത്തിൽ ഉണ്ടല്ലേ? സ്ത്രീ ആയതുകൊണ്ട് ഒരു പക്ഷേ കൊടുത്തതാവാം. അന്നെന്തോ ഞാനും അതിൽ കേസിന് വരുമ്പോൾ ഒരു ദിവസം കൊണ്ട് അല്ലെ ജാമ്യം കിട്ടി. മാത്രമല്ല ഇതിന്റെ ക്വാണ്ടിറ്റി ഒരു പ്രധാന പ്രശ്നമല്ലേ, ഘടകമാണ്. അന്ന് പിന്നെ കോടതി വിവേചനാധികാരം, ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. ഒരു മൗലിക അവകാശമാണ്. അപ്പൊ അതനുസരിച്ച് മജിസ്ട്രേറ്റിന്റെ ഡിസ്ക്രിപ്ഷനാണ് അവരെ റിമാൻഡ് ചെയ്യണോ വേണ്ടയോ. സ്ത്രീയാണെന്ന് ഇവരെ നിരപരാധിത്യം ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഒരു വർഷം മജിസ്ട്രേറ്റ് ജാമ്യം. 25 കൊല്ലം അടിച്ചു കൊടുത്തു അല്ലേ? 15 കൊല്ലം. അത് 10 വർഷം. അതേ 15 വർഷം. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് വടകര NDP സ്പെഷ്യൽ കോർട്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ നിന്നാണ് ഈ 15 വർഷം കിട്ടുന്നത്. ഓക്കെ. അറിയാം നിങ്ങളുടെ ഈ കാര്യം. നിങ്ങൾ ഒരിക്കലും ഇത് മയക്കുമരുന്നാന്ന് അറിയാതെയാണ് ഈ മറ്റേ ബാഗിനകത്ത് അല്ലേ ഇതും കൊണ്ടുപോയത്. കള്ളെന്താന്നറിയാം, കഞ്ചാവ് കണ്ടിട്ടുണ്ട്. ഞാൻ ഹൈ റേഞ്ചിൽ ജനിച്ച ആളാണ്. പക്ഷെ ഈ ആംബ്യൂള് ഇഞ്ചക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. ഇഞ്ചക്ഷൻ സാധാരണ രോഗികൾക്ക് ചെയ്യുന്നു,
നമ്മളെ പോലുള്ളവർക്ക്. അപ്പൊ ഈ ഇഞ്ചക്ഷൻ കണ്ടപ്പോൾ കോഴിക്ക് കുത്തിവെക്കുന്ന ഹോർമോൺ ആണെന്ന് പറഞ്ഞപ്പോൾ അത്രയും വിശ്വസിക്കാം. ഞാൻ 9ാം ക്ലാസ് വരെ സാർ പഠിച്ചിട്ടുള്ളൂ. ഒരു TV കാണാനുള്ള സാഹചര്യം അന്ന് എനിക്കില്ലായിരുന്നു, പത്രം വായിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് മയക്കുമരുന്ന് ഇതെന്താണ് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലാത്തൊരു അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ആണല്ലേ? പിന്നെ എനിക്കൊന്ന് ഈ വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയിലെ ആൾക്കാരായിരുന്നു താങ്കളെ കുടുക്കിയ ആളുകൾ? അതെ, മാഫിയ സംഘമായിരുന്നു. മാഫിയ സംഘം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലാണ് ഷാജഹാൻ. ഏറ്റവും വലിയ എല്ലാ ജില്ലയിലും. അയാളെ പിന്നെ കണ്ടിട്ടുണ്ടോ? ജയിലിൽ ഇറങ്ങിയതിനു ശേഷം കണ്ടിട്ടില്ല. ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ് കിട്ടാപ്പുള്ളിയായിട്ട്. അയാളെ പറ്റി പക്ഷെ ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഞാൻ ഒത്തിരി അപേക്ഷകളും കൊടുത്തിട്ടുണ്ട്. എന്നെ ഇങ്ങനെ ചതിച്ച ആളാണ്, ഇത്ര കേസുകളിലുള്ളതാണ്, ഇന്നോടത്തിണ്ടെന്ന് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അന്വേഷണം ഉണ്ടാവുന്നില്ല. ചിലപ്പോ ഈ ഒരുപക്ഷെ ഈ പ്രോഗ്രാം കഴിയുമ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ ഇനി അന്വേഷണം വീണ്ടും ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുമെന്ന് അന്വേഷിച്ച് വരണം. എന്നെ മാത്രമല്ല, എന്നെ പോലുള്ള ഒത്തിരി പെട്ടുപോയിട്ടുണ്ട് സർ ഷാജഹാൻ കാരണം. ഓക്കെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 30,000 രൂപയുടെ ചോദ്യമാണ്. പൈസക്ക് ആവശ്യമുണ്ടോ? പൈസക്ക് ആവശ്യമുണ്ട് സർ. എന്തോ ആവശ്യം? അത്യാവശ്യം എനിക്ക് നല്ലൊരു അടുക്കളയില്ല സർ. എന്റെ അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്ന നല്ലൊരു അടുക്കള ഉണ്ട്. അപ്പൊ അമ്മേന്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. തീരെ വയ്യാത്ത ഒരു അവസ്ഥയാണ്. അതേപോലെ എല്ലാ വീട്ടിലും യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്. എന്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്ത അമ്മ ഇരിക്കാനും നടക്കാനും. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഒരു ബാത്റൂം പണിത് കൊടുക്കണം, ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ട്, പിന്നെ നല്ലൊരു അടുക്കള. ഇതാണ് എന്റെ സ്വപ്നം. പിന്നെ എന്റെ ആ മോളെ ഒന്ന് പഠിപ്പിക്കണം. ഇത്രയാണ് എന്റെ സ്വപ്നമാണത്. ആ സ്വപ്നം നടക്കും. ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, അത് നടക്കും കേട്ടോ. താങ്ക് യു സർ. കേട്ടോ, തീർച്ചയായിട്ടും. കാര്യം അമ്മയ്ക്ക് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് കൊടുക്കാനും ഒരു ബാത്റൂം നിർമ്മിച്ചു കൊടുക്കാനും താങ്കൾക്ക് കഴിയുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകും, അല്ലെ? നമ്മൾ ഉണ്ടാക്കും. അപ്പൊ ഈ എപ്പോഴും ഈ കണ്ണ് നിറഞ്ഞിരിക്കുകയാണല്ലോ. അന്ന് നിറഞ്ഞ കണ്ണാ പിന്നെ, അല്ലേ? അന്ന് എത്ര വയസ്സാ ജയിലിൽ പോകുമ്പോ? 34 വയസ്സ്. 34 വയസ്സിൽ ജയിലിൽ പോയി, അല്ലേ? മാത്രമല്ല ജയിലിൽ അന്ന് കടുത്ത കേസിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടായിരുന്നു സർ, ഒത്തിരി പേരുണ്ട്. ആ പിണറായി കൂട്ടക്കൊല കേസിലെ സൗമ്യ ഉണ്ടായിരുന്നു, ഇല്ലേ? സൗമ്യ തൂങ്ങി മരിക്കുന്നോ അല്ലായിരുന്നു? അപ്പൊ ഞാൻ കണ്ണൂരുണ്ട്. എന്റെ ഒപ്പമായിരുന്നു അന്ന് സൗമ്യ ജോലി ചെയ്തിരുന്നത്. ആ മരിക്കുന്ന ദിവസം ആണോ? ഉത്രാടത്തിന്റെ അന്നായിരുന്നു. അല്ല, സൗമ്യ തൂങ്ങി മരിച്ചല്ലേ? തൂങ്ങി മരിച്ചതാ. സൗമ്യ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അനുഭവങ്ങൾ പറയും, ഓരോന്നൊക്കെ എഴുതി വെക്കും. ഈ ആ കൂട്ടക്കൊല സൗമ്യയുടെ റോൾ എന്താന്ന് അവര് പറഞ്ഞിരുന്നത്? സൗമ്യ പറയണു ഞാൻ എന്റെ കൊച്ചിനെ കൊല്ലുവോ ഇല്ല എന്നാണ് അവള് പറഞ്ഞിരിക്കുന്നത്. കാരണം അവളുടെ മോളെ അവൾക്ക് അത്ര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്നോടൊക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ അവൾ എപ്പോഴും ബുക്കിനകത്ത് ആ മോളെ കുറിച്ച് ഓരോന്ന് ഇങ്ങനെ കുത്തി വരച്ചു വെക്കുമായിരുന്നു. അവള് പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചെന്തായിരുന്നു? ഭയങ്കര മാനസിക സമ്മർദ്ദമായിരുന്നു അവക്ക്. ഈ കുഞ്ഞു മരിച്ചതിന്റെ, ആരും ഇല്ലാതായി, എല്ലാവരും ഇവിടെ വെറുത്തു, ഒറ്റപ്പെട്ടു പോയി. അവള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ വിലയിരുത്തൽ എങ്ങനെയായിരുന്നു? അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവള് ഒരമ്മയല്ലേ അവള്. ആ കുഞ്ഞിനെ കുറിച്ച് അവൾ എഴുതിയിരുന്നതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നില്ല അവളാണ് ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന്. ഈ സൂയിസൈഡ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നോ? എന്റെ കൂടെയായിരുന്നു അവൾ ആ സമയത്തൊക്കെ ജോലി ചെയ്തിരുന്നത്. ഈ സൗമ്യ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഈ മരണം ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും സൂചനകൾ? ഇല്ല, ഒന്നും പറഞ്ഞില്ല അവള്. അവൾക്ക് തലവേദനയായിരുന്നു. തലവേദനയായപ്പോ ഇവിടെ പുറത്തിറക്കില്ല പുല്ലരിയാനൊക്കെ. അപ്പൊ ഞാനും വേറൊരു പെണ്ണും പുല്ലരിയാൻ പോയി. അവർക്ക് എത്ര കൊല്ലമായിരുന്നു ശിക്ഷ? സൗമ്യക്ക് ശിക്ഷയായില്ലായിരുന്നു, നടക്കുമായിരുന്നു. അവൾക്കറിയായിരുന്നു ശിക്ഷിക്കും, ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല. അങ്ങനെയാണല്ലോ സർ, എല്ലാവരും അവളാണ് കുറ്റവാളി എന്നുള്ള നിലയിൽ. ജയിലുള്ളവരും അങ്ങനെ വിശ്വസിച്ചോ? ജയിലിലുള്ളവരും അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അവള് എഴുതി വെക്കുന്നതല്ല, അവളുടെ കുഞ്ഞിനെ കുറിച്ചായിരുന്നു എപ്പോഴും കരച്ചിലും, എപ്പോഴും കരയുമായിരുന്നു. മാനസിക പ്രശ്നമായിരുന്നു അവക്ക്. അപ്പൊ അന്ന് അവര് എപ്പോഴായി അവര് സൂയിസൈഡ് ചെയ്ത് ഒരു 10 മണിക്ക് മുമ്പ്. രാത്രി അല്ല, പകൽ. രാവിലെ എന്റെ കൂടെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാൻ പറ്റുക ജയിലിലെ സാഹചര്യത്തില്? നിറയെ മരങ്ങളുണ്ട് അവിടെ, നിറയെ കശുമാവും അങ്ങനെയുള്ള കുറച്ച് മരത്തിൽ തൂങ്ങി കശുമാവിലായിരുന്നു അല്ലേ? ഒരുപക്ഷെ ഈ മരണം കണ്ടിട്ടാണല്ലോ അന്ന് ഉറങ്ങാൻ പോയത്. അതെ. അപ്പൊ അന്ന് ആലോചിച്ച് അവരുടെ നിരപരാധിത്വത്തെ കുറിച്ചാണോ? അന്ന് ഒന്നും ഞങ്ങൾ ചിന്തിക്കും. ഞങ്ങൾക്ക് പേടിയായിരുന്നു സർ. ഒരു സെല്ലിൽ എല്ലാവരും ഒരു മൂലയിൽ പോയാ കിടക്കുന്നത്. കാരണം ജയിലിന് ഒരു ഇങ്ങനെ മൂടിയിട്ട അവസ്ഥയല്ല, ജനലുകൾ അഴികളാണല്ലോ. അപ്പൊ പുറത്തുനിന്ന് നല്ല നിലാവെള്ളപ്പോഴെല്ലാം പുറം ഭാഗങ്ങളെല്ലാം കാണാം. അപ്പോൾ ഒരു കാറ്റനങ്ങിയാലോ ഒരു വാഴ അനങ്ങിയാലോ സൗമ്യ വന്ന് നിൽക്കുന്നതെന്നുള്ളൊരു പേടിയിൽ ഞങ്ങളെല്ലാവരും കണ്ണുടച്ചൊരു മൂലയിൽ ഒരാഴ്ചയോളം ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. സൗമ്യയുടെ നിരപരാധിത്വം പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് സൗമ്യ കുറ്റവാളിയായിരുന്നു, ആ കുഞ്ഞിനെ കൊന്നതിൽ അവർക്ക് റോളുണ്ടോ ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. അവര് എഴുതി വെച്ച
ഭാഗങ്ങൾ വായിച്ചുള്ളത് താങ്കൾ മാത്രമാണ്. ഞാനും പിന്നെ നമുക്കൊരു ജഡ്ജ്മെന്റ് ഇടാൻ പറ്റുന്നില്ല അതിനകത്ത്. ആ ഒരു നോട്ട്ബുക്കുകളെല്ലാം ഇവിടെ വന്ന് ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുകയും ചെയ്തു, എഴുതി വെച്ചു. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 30,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാൻ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: ഇന്ദ്രപ്രസാദ്, ജൻപത്, കരോൾ ബാഗ് എന്നിവ ഏത് നഗരത്തിലെ മെട്രോ ട്രെയിൻ സ്റ്റേഷനുകളാണ്? ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി ഡൽഹി. ജൻപത്, ഇന്ദ്രപ്രസ്ഥ, കരോൾ ബാഗ്. ഡൽഹി. ഉറപ്പിച്ചു പറഞ്ഞോളൂ. ഡൽഹി. ഓപ്ഷൻ ഡി. അമ്മയ്ക്ക് ബാത്റൂം ഉണ്ടാക്കണം എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തോണം, എന്നാലേ അമ്മയുടെ ഒരു അനുഗ്രഹം ഇങ്ങനെ ഉണ്ടാവൂ. ഓപ്ഷൻ ഡി ഡൽഹി. ഡൽഹി പൂട്ടിയ കേട്ടോ, അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് നമുക്കത് അങ്ങ് പൂട്ടാം. ഓക്കെ, ഓപ്ഷൻ ഡി ഡൽഹി പൂട്ടി. തുറക്കട്ടോ? കരോൾ ബാഗ് ഒക്കെ എവിടെയാണെന്നുള്ളത്. ഓപ്ഷൻ ഡി ഡൽഹി. ഞാൻ ഈ കരോൾ ബാഗ് എന്ന് കേട്ട പോലെ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താണെന്നറിയാമോ? ഈ കരോൾ ബാഗിൽ ഒരു ദിവസം അവിടെ ഒരുപാട് തുണിക്കടകളുണ്ട്. അപ്പം ഞാൻ സാധാരണ എവിടെയെങ്കിലും ടൂറ് പോകുമോ വല്ല സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴൊന്നും ഒരു സാധനവും വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സ്വഭാവക്കാരനല്ല അന്നും ഇന്നും. പക്ഷേ എനിക്ക് ഈ കരോൾ ബാഗിൽ ഇറങ്ങി ഒരുപാട് തുണിക്കട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ തുണികൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കൊരു മകളേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ എവിടെ അളവോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പുള്ളിക്കാരിക്കൊരു കഷ്ടിച്ചൊരു 5-6 വയസ്സേ അപ്പോൾ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഉടുപ്പ് വാങ്ങിച്ചു അയാൾക്ക്. അപ്പോൾ എനിക്ക് തോന്നി നല്ല ലാഭമുണ്ടല്ലോ, 2 എണ്ണം കൂടെ വാങ്ങിച്ചു. എല്ലാം കൂടി 12 ഉടുപ്പ് വാങ്ങിച്ച് ഞാൻ കേരളത്തിൽ വന്നിറങ്ങി. ഒരെണ്ണവും കയറത്തില്ലായിരുന്നു. കാര്യം എല്ലാം ചെറുതായിപ്പോയി. ഒരു കാലത്തും ആ ഉടുപ്പ് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഭാര്യയുടെ ചീത്ത കേട്ട മിച്ചം. അത് ഞാൻ ഈ കരോൾ ബാഗിൽ വെച്ച് സംഭവിച്ച കാര്യം. പിന്നെ ഇന്ന് വരെ ഞാൻ ഒരു സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. ഒരു പാഠമല്ലേ നമുക്ക്. അങ്ങനെ കരോൾ ബാഗ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പണി നമ്മൾ ചെയ്തത്. അപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയാണ്. ഡൽഹി എന്ന മഹാനഗരത്തിലാണ് ഈ ജൻപത്, ഇന്ദ്രപ്രസ്ഥ, കരോൾ ബാഗ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. താങ്കളുടെ വിശ്വാസം താങ്കളെ ചതിക്കുമോ എന്നുള്ളതാണ് എന്റെ സംശയം. ഇല്ല. ചതിക്കോ? ഇല്ല. വിശ്വാസം രക്ഷിക്കുമോ? രക്ഷിക്കും. ഉത്തരം ശരിയാണ്. ഡൽഹി. അപ്പൊ നമുക്ക് 30,000 രൂപ കൈ കിട്ടി. ബോസ്, കുട്ടേട്ടൻ എന്തോ പറയാൻ വരുന്നുണ്ട് കേട്ടോ. ലിസി ജോർജ്, കുട്ടേട്ടാ ചുണ്ടനക്കാതെ പറയൂ. താങ്കൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിലുള്ള 6 കൊച്ചുകുട്ടികളെ കാണാതായി. അതുമായി താങ്കൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? 6 കുട്ടികളെ കാണാതായ സംഭവം എന്തായിരുന്നു കുട്ടേട്ടൻ ചോദിക്കുന്നത്? അത് ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് വികൃതിയായിരുന്നു. എന്നെ ആരെങ്കിലും എന്തേലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാശി തീർക്കും. അമ്മ രാവിലെ എന്തോ വഴക്ക് പറഞ്ഞുകൊണ്ട് ചെറിയ അനീതി ആയിരിക്കുന്ന റാണിയായിരുന്നു. അപ്പൊ അവളെ എടുത്ത് വീടിന്റെ അടുത്തുള്ള 5-6 കുട്ടികളെയും കൂട്ടി പോലീസിന് എല്ലാ പിള്ളേർക്കും പേടിയാ. പോലീസ് വരുന്നുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും ഒരു പാറേന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചു. പാറയ്ക്കകത്ത് പാറേന്റെ അടിയിൽ തണലൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളോട്ട് തള്ളി വെച്ചു. കുട്ടികളൊക്കെ മരിച്ചു പോകേണ്ടതായിരുന്നു. കൊറേ നേരം കഴിഞ്ഞ അമ്മമാര് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വന്നു. തുരങ്കം പോലുള്ള കുട്ടികളെ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഏകദേശം ഒരു 12 മണിയോട് കൂടി. അന്ന് എനിക്ക് 8 വയസ്സ്. 8 വയസ്സിലെ ഭീകരപണിയത്. അപ്പൊ എല്ലാരും വന്ന് ഒരു കുട്ടികളെയും കാണുന്നില്ല വീട്ടിൽ നിന്നും. എല്ലാ കുട്ടികളെയും കൊണ്ടുവന്ന് ഞാൻ അവിടെ ഒളിപ്പിച്ചു വെച്ചേക്കും. പോലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അങ്ങോട്ടും നടക്കുന്നു ഇങ്ങോട്ടും നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക റോഡിലൂടെ. അപ്പൊ എന്റെ അമ്മ തന്നെ പറഞ്ഞു, ലിസിയെ പിടിച്ചാൽ അറിയാം കൊച്ചുങ്ങൾ എന്ത് ചെയ്യുന്നു. പിടിച്ചെനിക്കിട്ട് 2 അടിയൊക്കെ തന്നപ്പോ ഞാൻ ഇന്നോട് തള്ളേന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ആങ്ങളെ വന്നിട്ട് പറഞ്ഞു, ലിസിയാണ് ഞങ്ങളെല്ലാരും കൊണ്ടുവന്ന് ഈ പൊത്തിനകത്താക്കിയെന്ന്. എനിക്കൊന്ന് ഒത്തിരി അടി കിട്ടി. മരിച്ചു പോയേനായിരുന്നു. കുട്ടിയൊക്കെ പാല് കുടിക്കേണ്ട സമയമായിരുന്നു. ഭാഗ്യമായി കേട്ടോ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു കല്യാണത്തിലേക്ക് പോകാൻ ഒരു പ്രണയം ഉണ്ടായി ജീവിതത്തില് അല്ലേ? ഒരു ഹോട്ടലിൽ നിൽക്കുന്ന ഒരു ശശി. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഇയാളെ കണ്ടുമുട്ടിയത്? എത്രാമത്തെ വയസ്സിലാണ് ഈ പ്രണയത്തിന്റെ അസുഖം വന്നത്? 19 വയസ്സിലാണ്. ഇയാളെ എങ്ങനെ കണ്ടുമുട്ടിയത്? ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വല്ലതും പോയത്? ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. ഇയാൾ അവിടെ എന്തായിരുന്നു? സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നു. സപ്ലൈ ചെയ്യുന്നായിരുന്നു. ചെറുപ്പക്കാരനാണ്. പരിചയപ്പെടാൻ കാരണം അയാൾ വീടിന്റെ അടുത്തോട്, എന്റെ വീടിന്റെ അടുത്ത് അയാളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ ഇപ്പോഴും വരുകയും ചെയ്യുമായിരുന്നു. അയാൾ നമ്മളെ നോക്കി വെച്ചിരുന്നോ? അതോ നമ്മൾ അയാളെ നോക്കി വെച്ചോ? അല്ല, അയാള് എന്നോട് എപ്പോഴും എന്നെ കാണുമ്പോ എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് അതിൽ വരും. വന്നു കണ്ടു. പിന്നെ അയാളുമായിട്ട് ഒത്തിരി സ്നേഹമായി. അങ്ങനെ അയാള് വിളിച്ചപ്പോ അയാളുടെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. ഒളിച്ചോടി. എങ്ങോട്ട് ഒളിച്ചോടി? അയാളുടെ വീട്ടിലേക്ക് തന്നെ. പാലക്കാട്. എവിടെ? പാലക്കാടേക്ക് ഒളിച്ചോടി. പാലക്കാട്. നേരെ ഓടാൻ പറ്റുന്ന ഒരു സാഹചര്യം വീട്ടിലില്ലായിരുന്നു. അതായത് വീട്ടിലൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ ഇല്ല. ഹിന്ദു ആയിരുന്നു, ഞാൻ ക്രിസ്ത്യനാണ്. അയാൾ ഹിന്ദു ആയിരുന്നു. അപ്പൊ വീട്ടിൽ പറഞ്ഞോ? അമ്മയോട് പറഞ്ഞോ? ഇങ്ങനെ ആരോടും പറഞ്ഞില്ല. പുള്ളിയുടെ കൂടെ പോയി. ഒരു ദിവസം രാത്രി അങ്ങ് പോയോ? അതോ ഒരു ദിവസം രാത്രി പോയി. പുള്ളി അതൊരു ഭയങ്കര കഥയാണ് സാർ. അന്വേഷിച്ച് ഇയാള്
എന്നെ കാണാനായിട്ട് വീട്ടിൽ വന്നു. മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്ന സമയത്ത് എന്നെ കാണാനായിട്ട് വീട്ടിൽ വന്നു. എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളെ വിളിച്ച് കയറി വാന്ന് പറഞ്ഞ് അകത്തിരുത്തി. അപ്പോൾ എൻ്റെ ഈ 2 അനിയത്തിമാരുണ്ടായിരുന്നു അവിടെ. ഇവര് കണ്ടു ആരോ അകത്തേക്ക് ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് ആരോ കയറി പോകുന്ന കണ്ടു. അപ്പോ രാത്രിയാ, ഏകദേശം ഒരു 10 മണിയായിട്ടേ ഉള്ളൂ. പുള്ളി അപ്പൊ തന്നെ പോവുകയും ചെയ്യും. എന്നോട് മാലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുന്ന സമയമാണ്, സ്വാമിയാണ്. അപ്പോൾ വേഗം പോവുകയും ചെയ്യും. അപ്പൊ ഈ അനീത്തിമാര് 2 പേരും പറഞ്ഞു ലിസ് ചേച്ചിന്റെ മുറിയിലേക്ക് ആരോ കയറി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവര് 2. അപ്പോഴേക്കും അമ്മച്ചിയും ചാസായി എല്ലാവരും കൂടി കത്തിയും മടിയൊക്കെ എടുത്തും കൊണ്ട് വന്നു. അപ്പൊ ഞാൻ കട്ടിലിന്റെ അടിയിലേക്ക് പുള്ളീനെ പതുക്കി ഒളിപ്പിച്ചു വെച്ചു. കീഴിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. ഇവരെല്ലാം വലിച്ചിട്ട് അയാള് തല്ലാൻ നേരത്ത് പിടിച്ചു. നാട്ടുകാരൊക്കെ വരുന്ന നാട്ടുകാർ പുള്ളീനെ തല്ലാൻ അല്ല, ഇവര് ഒച്ചയിട്ട് വന്നു കയറി. പുള്ളി അപ്പൊ തന്നെ പോയേനെയായിരുന്നു. മലയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നതാ. അപ്പൊ ഇവര് അത് കണ്ടു, പുള്ളീനെ അപ്പൊ തന്നെ പിടിച്ചു. പക്ഷെ തല്ലാൻ നാട്ടുകാർ പണിക്ക് പോയിരുന്നു. അങ്ങനെ പിടിച്ചു, എല്ലാരും കൂടി പിടിച്ചു വലിച്ചു ഒച്ചപ്പാടായി. അടി എനിക്കിട്ട് കിട്ടി ഹസ്ബൻഡ് എടുത്തുന്നു. അന്ന് രാത്രി പുള്ളീന്റെ കൂടെ ഇറങ്ങി പോയതാ ഞാൻ. അല്ല, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇങ്ങനെ കട്ടണം കീഴത്ത് കയറി കിടന്നു കഴിഞ്ഞാല് ആൾക്കാർ ആദ്യം കുത്തി നോക്കോടെ ആളുണ്ടോന്ന്. എന്ന് വെച്ചാലേ അയാളെ കുത്തി പരിവാക്കി ലെവലാക്കി അയാളെ പുറത്തി അടിക്കും. അങ്ങനെ ശശിക്ക് അങ്ങനെ അവസ്ഥ ഉണ്ടായോ? അല്ല, ശശിനെ പിടിച്ച് പിടിച്ചിറക്കി വിട്ടു. എന്റെ ചെറിയ അനീത്തി ഒരു ഇടിയൊക്കെ കൊടുത്തു. എപ്പോഴും പറയുമായിരുന്നു. ചെറിയ അനീത്തി, അവള് കരാട്ടയൊക്കെ പഠിച്ചിരുന്നു. അയ്യോ, കരാട്ടെ മൊത്തം പരീക്ഷിച്ചു. ഈ അനീത്തി ഇടിച്ചായിരുന്നോ? ഇല്ല. ഓക്കെ, ഈ അനീത്തി കുറച്ച് ബെറ്റർ അല്ലേ? എന്നിട്ട് പുള്ളീനെ ഇറക്കി വിട്ടു. നാട്ടുകാർ സാമിയായിരുന്നു. സാമിയായിട്ട് ഇടികൊണ്ടു. ഇല്ല, പുള്ളീനെ ഇടിക്കാൻ നാട്ടുകാർ സമ്മതിച്ചില്ല. അവിടെ അടുത്തുള്ളവര് സാമിയല്ലേ ഇടിക്കാൻ പാടില്ല എന്നുള്ളത്. പുള്ളി ഇറങ്ങിപ്പോയി. പിന്നെ ബാക്കിയുള്ള ഇടി മൊത്തം എനിക്കിട്ടാ എല്ലാവരുടെയും വക. അപ്പൊ ഞാനും എന്താക്കി രാത്രി ഇറങ്ങി അങ്ങോട്ട് പോയി. അയാളുടെ കൂടെ അല്ലായിരുന്നു പോയത്. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പോയി ഒരു വാഴത്തോട്ടത്തിൽ പോയിരുന്നു. അത് ദൈവം വിധിച്ചിരിക്കുന്നല്ലേ. പുള്ളി ആ വാഴത്തോട്ടത്തിലുണ്ടായിരുന്നു. അവിടെ തന്നെയോ? അങ്ങനെ പിന്നെ ഞങ്ങൾ അയാള് തന്നെ. അയാളുടെ കൂടെ ജീവിതം മൊത്തം അനുഭവിക്കാനുള്ളതും 16 വർഷം ഞാൻ അനുഭവിച്ചു. ഒത്തിരി അയാളുടെ കൂടെ എത്ര ഇതെല്ലാം എന്റെ ശരീരം മൊത്തം മുറിച്ചു വെച്ചു. എല്ലാം ഭയങ്കര. പാലക്കാടേക്കാണോ ഒളിച്ചോടിയത്? അതെ, പാലക്കാട് സ്വന്തം വീട്ടിൽ പോയി ഒളിച്ചോടി. അയാള് പിന്നെ മലയ്ക്ക് പോയില്ലേ? പിന്നെ മലയ്ക്ക് പോയില്ല. പിന്നെ ഈ മരിക്കുന്നതിന് അയാളെ ജീവിതത്തിന്റെ മല കയറിയത് നമ്മളെ പിടിച്ചോണ്ടാ അല്ലേ? അപ്പോ അയാളോട് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് അയാളുടെ തനി ഗുണം മനസ്സിലായി. 4 മാസം കഴിഞ്ഞപ്പോ തൊട്ട് മനസ്സിലായി. കള്ളുകൂടി ഉണ്ടായിരുന്നു. എപ്പോഴും അടിക്കും. മർദ്ദിക്കുന്നതിന് കാരണം വേണ്ടേ? പുള്ളിയുടെ വീട്ടിലുള്ളവരോട് തന്നെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അനിയന്മാരോടും നാട്ടുകാരോടൊന്നും മിണ്ടാൻ പറ്റില്ലായിരുന്നു. അല്ല, അവസാനം നിങ്ങൾ ജീവൻ തന്നെ അവസാനിപ്പിക്കാനൊരു ശ്രമം നടത്തിയല്ലോ ഇതിനിടയ്ക്ക്? അതെ, ഒരു ദിവസം എനിക്ക് നല്ല പനിയായിരുന്നു. പനിച്ച് വിറച്ച് കിടക്കുന്ന സമയത്ത് തുള്ളി വെള്ളം കുടിക്കാൻ വരെ അമ്മ സമ്മതിക്കുന്നില്ല. അയാളുടെ അമ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് എല്ലാത്തിനും. സർ, ഭയങ്കര സങ്കടകരമായ കാര്യം സർ. കാരണം ഞാൻ ചെല്ലുന്ന സമയത്ത് അവരുടെ വീട് പണി നടക്കുക. അവര് പെങ്ങളെ കല്യാണം കഴിക്കാനുണ്ട്. ആ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഓടി നടന്ന് അവരുടെ സ്ഥലത്തിന്റെ ഒരു 5 സെന്റ് സ്ഥലം അവരുടെ അമ്മയുടെ പേരിലേക്ക് ആക്കിച്ച് അതിന് ഞാനാ ഓടി നടന്ന് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പേപ്പറുകളൊന്നുമില്ല. അവരുടെ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ കുഴൽമന്ദം ട്രൈബ്യൂണൽ ഓഫീസിൽ പോയി ഇവരുടെ പട്ടയം നഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞ് അതിൻ്റെ പട്ടയത്തിന് വേറെ ഡ്യൂപ്ലിക്കേറ്റ് പട്ടയമെല്ലാം റെഡിയാക്കി. ഇതെല്ലാം ഞാൻ അന്നും എന്നെ ഒത്തിരി തല്ലി ചോര ഒലിച്ചും കൊണ്ട് വരെ ഞാൻ പോയിട്ടുണ്ട്. കളക്ട്രേറ്റിന്റെ തിണ്ണയിൽ പോയി കിടന്നിട്ടുണ്ട് ഞാൻ. എനിക്ക് വയ്യാതെ പനിച്ചിട്ട് രാത്രി മൊത്തം അടിയായിരുന്നു. പിറ്റേ ദിവസം പുള്ളീന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി പോവുക ഞാൻ പട്ടയം ശരിയാക്കാം. അങ്ങനെ ആ പേപ്പറെല്ലാം കൊണ്ടുവന്ന് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടി. ആ കല്യാണം നടത്തുന്ന ദിവസം വരെ എന്നെ അവർ സ്വൈര്യമായിട്ട് എന്റെ ഭർത്താവിന്റെ അമ്മ സമ്മതിച്ചില്ല. അമ്മ പറയുന്നതിലപ്പുറം പുള്ളിയില്ല. ഒത്തിരി ഇതിനിടയിൽ വീട്ടിൽ ഇപ്പൊ അമ്മയെ കുറിച്ചൊക്കെ അന്വേഷിച്ചായിരുന്നോ? കാര്യം നിങ്ങൾ വീട് വിട്ടു പോന്നിട്ട് എന്താ? അമ്മയൊക്കെ ചെറുപ്പമാണല്ലോ, കുഴപ്പമില്ല. പക്ഷെ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് മടങ്ങി പോകണമെന്ന് ആഗ്രഹിച്ചോ? മടങ്ങി പോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ദുരിതം അനുഭവിച്ച് അങ്ങനെ എപ്പോഴും ഒരു 16 വർഷം ജീവിച്ചെങ്കിലും 16 ദിവസം ഞാൻ അദ്ദേഹത്തിനൂടെ നന്നായി ജീവിച്ചില്ല. എന്നും അടിയായിരുന്നു. എന്നും അമ്മ. ഇതിനിടയ്ക്ക് താങ്കളെ കൊലപ്പെടുത്താനും ശ്രമിച്ചോ? ജീവനോടെ കുഴിച്ചുമൂടാൻ. അതെന്തായിരുന്നു കാരണം? DTH വാങ്ങി. ഞാൻ അതിന്റെ ഇടയിൽ ഓട്ടോ ഡ്രൈവിംഗ് പഠിച്ചു. അങ്ങനെ ലൈസൻസ് പഠിച്ചു. അപ്പോൾ ഓട്ടോ ഓടിക്കാനായിട്ട് അവിടെ അടുത്തുള്ള പിള്ളേർ ഓട്ടോ തരുമായിരുന്നു. അങ്ങനെ ഓടിക്കുമ്പോൾ അങ്ങനെ പുള്ളിയും വരും. ഒരു പ്രാവശ്യം ഓട്ടോ ആക്സിഡന്റ് ആക്കിച്ചു പുള്ളി. അങ്ങനെ പിന്നെ ഓട്ടോ ഓടിക്കാൻ വിടില്ല എന്നെ.
സംശയമായിരുന്നു. അവിടെ അടുത്തുള്ള ഒരാൾ ഒരു DTH തന്നു. ഞാൻ പൈസ കൊടുത്ത് തന്നെ വാങ്ങിയതാണ്. അത് തന്ന് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോ ഡ്രൈവർ വീട്ടിൽ വന്നു. അപ്പോൾ പുള്ളീൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട്, അച്ഛമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും പുള്ളി ഇല്ലാത്ത നേരത്തെ എന്തുകൊണ്ട് അവൻ DTH ഫിറ്റ് ചെയ്യാമെന്നു? അതായിരുന്നു പ്രശ്നം തുടക്കം. പിന്നെ എന്നെ അടിയാണ്. ആ DTH സംശയമായാലും ആ DTH അവിടെ ഫിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അന്ന് രാത്രി നല്ല അടിച്ചു, ചൂടുവെള്ളം കോരി ഒഴിച്ചു. അതെ, കഴുത്തി കൂടെ കറണ്ടിന്റെ വയറ് വലിച്ചു നോക്കി, കേബിള് ചുറ്റാൻ നോക്കി. കൊല്ലാൻ വേണ്ടിട്ട് കൊല്ലാൻ വേണ്ടിട്ട് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ നാട്ടുകാരെല്ലാം കൂടി പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് വന്നു. പോലീസ് വരുന്ന സമയത്ത് പുള്ളിയെ കുഴിയെടുത്തോണ്ടിരിക്കുക തെങ്ങിന്റെ ചോട്ടിൽ. എന്നെ ജീവനോടെ കുഴിച്ചിടുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന അപ്പൊ അച്ഛമ്മ പറഞ്ഞു, ഉണ്ണി നീ എതിലേലും പോ, എന്നോട് പോയി രക്ഷപ്പെടി ചെക്കൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെ പോലീസ് വന്ന് എന്നെ അയൽവക്കത്ത് വീട്ടിലാക്കി. പിറ്റേ ദിവസം പുള്ളീനോട് എന്നെയും കൂടി സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അച്ഛനും മകനും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ലിസിക്ക് ഇനി ഒരു പ്രശ്നവും ഇല്ലാന്ന്. ഇത് ഞാൻ അറിയുന്നില്ല. എൻ്റെ കൂടെ അവിടെ അടുത്തുള്ള പെണ്ണുങ്ങളും എല്ലാം കൂടി സ്റ്റേഷനിൽ വന്നു, നാട്ടുകാർ. അവിടെ വന്നപ്പോഴേക്കും പറഞ്ഞു, ശശി പ്രശ്നങ്ങളെല്ലാം തീർത്ത് പോയതാണല്ലോ എന്ന്. അപ്പോൾ SI പറഞ്ഞു, എന്നോട് ചോദിക്കാതെയാണ് ശശി പോയതിരിക്കുന്നത്. ഇതെന്താ പ്രശ്നം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. പ്രശ്നം ഇല്ല എന്ന് പറയുന്ന രണ്ടു കൂട്ടരെയും വിളിച്ചത് ഞാനാണ്. അപ്പം ഞാനത് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ മുതയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ഫോൺ വന്നു. ശശി വലിയ കത്തിയും കൈ പിടിച്ച് ഞാൻ ചെല്ലുന്നേ നോക്കി നിൽക്കുവാന്ന് വെട്ടിക്കൊല്ലാനായിട്ട്. അപ്പൊ എന്നെ അവിടെ നിർത്തിയിട്ട് പോലീസ് വന്ന് ശശിനെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അത് പിന്നെ ആത്മഹത്യ ചെയ്തു അല്ലേ? എത്ര വർഷം കഴിഞ്ഞ്? അത് സംഭവം നടക്കുന്ന 5-ാം തീയതി, 9-ാം തീയതി, പിന്നെ 25-ാം തീയതിക്കുള്ളിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകണം, നല്ലൊരു വീട്, ഒരു ഷെഡെങ്കിലും കെട്ടിയിട്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുവരെ ഒപ്പിടാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു പുള്ളിനോട്. 9-ാം തീയതി പോയി ഒപ്പിട്ടിട്ട് അവിടെ എടുത്ത് ആരോടോ വഴക്കുണ്ടാക്കി ബാറിൽ വെച്ച്. അല്ല ഏതോ ഒരാളെ ഈ ലോഡിങ്ങുകാർക്ക് കൊടുക്കുന്ന ഹൂക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പോറി. അപ്പൊ അവിടെയുള്ള ആളുകളെല്ലാം കൂടി ശശിനെ അടിക്കാനായിട്ട് വന്നു. അപ്പൊ അന്ന് രാത്രി വീട്ടിൽ വന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും വീടിന്റെ വേലിക്കിൽ നിന്ന് ഒരു മരമുണ്ട്, ഒരു വിഷമുള്ള ഇല, അത് അരച്ച് ശർക്കരയും കൂട്ടി അരച്ച് കലക്കി കുടിച്ചു. മരിക്കാൻ തന്നെ ചെയ്തു. അപ്പൊ ഞാനിത് അറിയുന്നില്ല. ഇല്ലില്ല, ഞാൻ അറിയുന്നില്ല. ഞാൻ എന്നോട് പോലീസ് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഞാനൊരു ബന്ധുവിന്റെ വീട്ടിൽ അല്ലേ? അങ്ങനെ പോലീസ് പറഞ്ഞിരുന്നു. എങ്ങോട്ട് മാറിയിരുന്നു? ഞാന് അവരുടെ തന്നെ ബന്ധുവിന്റെ ഒരു വീട്ടിലാ പോയത്. അവിടെ മാറി നിന്നു. അപ്പൊ അനിയൻ വിളിക്കുന്നു, ചേച്ചി ഏട്ടൻ ഇങ്ങനെ എന്തോ മരുന്ന് കഴിച്ചിട്ട് സൊസൈറ്റി പറമ്പിൽ കിടക്കുന്നുണ്ട്, ചേച്ചി വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴേക്കും ആലത്തൂരിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിരുന്നു. പിറ്റേ ദിവസം മരിക്കുകയും ചെയ്തു. അത്ര വിഷമുള്ള മരുന്നാ കഴിച്ചല്ലേ? അന്ന് ഇവരെല്ലാരും കൂടി വന്നിരുന്നു. വീട്ടിലെ അമ്മച്ചി അനീത്തിമാരെല്ലാം കൂടി വന്ന് എന്നെ കൂട്ടി വയനാട്ടിലേക്ക് പോകുന്നതാ. 16 കൊല്ലത്തിന്റെ കഥ അവിടെ അവസാനിച്ചു. ഒത്തിരി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അല്ലേ? ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടല്ലോ അവിടുന്ന്. 40,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്വസ്റ്റ്യൻ പ്ലീസ്. താങ്കളെ ഒരു വീഡിയോ കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കിക്കോളൂ. ഓക്കെ, കണ്ടല്ലോ. ഇനിയാണ് ചോദ്യം വരാൻ പോകുന്നു. ഏത് സംഗീത ഉപകരണമാണ് ഈ രംഗത്തിൽ കാണുന്നത്? ഓപ്ഷൻ എ ബ്യൂഗിൾ, ഓപ്ഷൻ ബി സാക്സോഫോൺ, ഓപ്ഷൻ സി ചെല്ലോ, ഓപ്ഷൻ ഡി മൗത്ത് ഓർഗൻ. കുളിമുറിയുടെ കാര്യം ഓർത്തോണം, അമ്മയെ മറക്കരുത്. സ്കൂൾ ബാൻഡ് സെറ്റിലൊക്കെ കാണുമല്ലോ നമ്മൾ സാധാരണ. അപ്പൊ ഏതാ? ഉറപ്പിച്ചു പറഞ്ഞോളൂ. ഓപ്ഷൻ എ ബ്യൂഗിൾ. താങ്കൾ പഠിച്ച സ്കൂളിലും ഉണ്ടായിരുന്നു ഓപ്ഷൻ എ ബ്യൂഗിൾ. ഉത്തരം ശരിയാണ്. അപ്പൊ എത്ര രൂപയായി ഇപ്പോ? 40,000 രൂപ കൈ കിട്ടി. അതുകൊണ്ട് തികയോ? ബാത്റൂം കെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇനി മത്സരിച്ചേ പറ്റൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി 1,00,000 രൂപയുടെ മത്സരത്തിലേക്ക് പോകണം. ഇത്രയും കഥകളൊക്കെ ജീവിതത്തിലുള്ള ഒരാൾ അവിടെ ജീവിച്ചിരിക്കുന്നു തന്നെ എനിക്കൊരു ആദ്യ അറിവാകട്ടോ. ഇവിടെയാണ് വലിയ മനുഷ്യർ പറയുന്നൊരു കാര്യം, നമ്മൾ പറയുന്നതൊക്കെ വലിയ പൊള്ളിക്കുന്ന അനുഭവങ്ങളായിരിക്കും, മറ്റുള്ളവർക്ക് അത് വെറും കഥകൾ മാത്രം അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മഹാത്മാക്കള്. നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകേണ്ടത്. 50,000 റുപ്പീസ്. കൂട്ടേട്ടാ, ലെവല് മാറുന്നു. അപ്പൊ ഒന്ന് പിടിച്ചോളൂ. ലെവൽ 2. അപ്പൊ റെഡിയാണല്ലോ? 1,00,000 രൂപയുടെ 50,000 റുപ്പീസിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. മോണിറ്റർ.
ഐശ്വര്യമായിട്ട് ഞാൻ 6 ലക്ഷത്തിലേക്ക് കയറുകയാണ്. ബൈബിൾ പ്രകാരം ഏത് ജീവിയുടെ രൂപത്തിൽ വന്ന സാത്താന്റെ പ്രേരണ മൂലമാണ് ഹവ്വ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്? ഓപ്ഷൻ എ ആട്, ഓപ്ഷൻ ബി കുറുക്കൻ, ഓപ്ഷൻ സി പാമ്പ്, ഓപ്ഷൻ ഡി തിമിംഗലം. ഓപ്ഷൻ സി പാമ്പ്. ഉറപ്പാണോ? ഉറപ്പാണ്. പറഞ്ഞത് പാമ്പാവൂ? പാമ്പാണ്. പാമ്പാണ്. ഓക്കെ, അത് പൂട്ടിയേക്കട്ടോ. പൂട്ട്. അനീതി, ഇത് കറക്റ്റ് ആയിരിക്കുമോ? കറക്റ്റാണ്. മോളെ കറക്റ്റ് ആണോ ഇത്? കറക്റ്റാണ്. മോക്കും അറിയാം. ഓപ്ഷൻ ബി, ഓപ്ഷൻ സി പാമ്പ് ലോക്ക് ചെയ്തു. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം റൈറ്റ്. 1.5 ലക്ഷം രൂപയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഈ മൊയ്തു മൗലവി എത്രാമത്തെ വയസ്സിൽ വീട് വെച്ചപ്പോഴാണ് അതിന് സെഞ്ചുറി എന്ന് പേരിട്ടത്? ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 70, ഓപ്ഷൻ ഡി 50. ഓപ്ഷൻ എ. ഓപ്ഷൻ എ 100. ഉറപ്പിച്ചു പറഞ്ഞോ? ഉറപ്പിച്ചു. കോൺഫിഡന്റ് ആണല്ലോ? അതെ. ഓക്കെ, 100ാമത്തെ വയസ്സിലാണോ സെഞ്ചുറി അടിക്കാൻ പോകുന്നത്? അതെ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ 100 അങ്ങ് പൂട്ടിയ കേട്ടോ. കൂട്ടി, ഇനി വേറെ നോക്കാനില്ല. ഓക്കെ, അപ്പൊ 60,000 രൂപയുടെ ചോദ്യമായിരുന്നു. ഓപ്ഷൻ എ 100. ലിസി ജോർജ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ 60,000 രൂപ കിട്ടി. നമ്മുടെ ശശി ആത്മഹത്യ ചെയ്തു അല്ലേ? അത് കഴിഞ്ഞ് പിന്നീട് പോയത് ഷാജഹാന്റെ അടുത്തേക്കാ? അല്ല, വീട്ടിലായിരുന്നു. വീട്ടിലായിരുന്നു. ഷാജഹാൻ വീടിന്റെ അടുത്തുള്ള ഒരാളായിരുന്നു. ഓക്കെ, അപ്പൊ ആ വീട്ടിലെ ജീവിതത്തിൽ നിന്ന് എപ്പോഴാണ് ഈ ഷാജഹാൻ അയാളുടെ വലയിൽപ്പെട്ടു പോകുന്നത്? അനുജത്തി തീപ്പിള്ളലേറ്റ് കിടക്കുമ്പോ, ചെറിയ അനുജത്തി, ഏറ്റവും ചെറിയ അനുജത്തി 35% തീപ്പിള്ളലേറ്റ് ആകെ വെന്ത് ഇതായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അവളെ ചികിത്സിക്കാൻ പണം ഇല്ലാത്ത ഒരു അവസ്ഥയെ. അമ്മച്ചിയാണെങ്കിൽ എസ്റ്റേറ്റ് പണിയെടുക്കുന്ന ആ പൈസ വേണം. അമ്മച്ചി കടം വാങ്ങിയിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊക്കെയാണ് അവളെ ചികിത്സിക്കുന്നത്. അങ്ങനെ ആ സമയത്താണ് ഷാജഹാൻ വെച്ച് നീട്ടിയ ഒരു ഓഫറാണത്. ഓഫറിൽ പെട്ടുപോയി. 25,000 ഓഫർ ചെയ്തു. അപ്പൊ നമ്മൾ ആലോചിച്ചില്ലേ ലിസിജി, ഈ 25,000 രൂപ ഇതേപോലെ ചെറിയ കാര്യത്തിന് ഓഫർ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു തട്ടിപ്പ് കാണുമെന്ന്? കടമായിട്ടല്ലേ സാർ? കടമായിട്ടാണല്ലേ? കടമായിട്ടാണ്. ഓക്കെ, കണ്ട ഒരു മര്യാദ രാമന്റെ ലുക്കൊക്കെയാണോ? മര്യാദ രാമന്റെ ലുക്കാണ്. പുള്ളി ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്നു, സ്വർണ്ണക്കുറി നടത്തുന്നു, കസേര കുറിയൊക്കെ വെക്കുന്നു. അപ്പൊ നമ്മളങ്ങനെ നാട്ടുകാർക്കെല്ലാം വലിയ അഭിപ്രായമാണ് അയാളെ കുറിച്ച്. പിന്നീടാണ് അയാളെ കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് അറിയുന്നത്. ടൗണിൽ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ആദ്യത്തെ 5 എണ്ണം പിടിച്ചില്ല അല്ലേ? ഇല്ല, പിടിച്ചില്ല. എല്ലാം ബസ്സിലായിരുന്നു. എല്ലാം ബസ്സിലായിരുന്നു. പിന്നീട് മനസ്സിലായത് എങ്ങനെ ഇങ്ങനെയുള്ള ഈ മയക്കുമരുന്ന് കടത്തുന്ന ആളുകളൊക്കെ കൂടുതലും ബസ് സർവീസ് ആണോ ഉപയോഗിക്കുന്നത്? ബസ്സിലും ട്രെയിനിലുമാണ്. ബസ്സും ട്രെയിനുമാണ്. അവിടെ വലിയ ചെക്കിങ് വരത്തില്ലല്ലേ? അത് ഈ നമ്മൾ ഈ മലക്കറി കടയിലൊക്കെ പോകുന്ന വലിയ ബാഗ് ബിഗ് ഷോപ്പർ അതാണ് ഉപയോഗിക്കുന്നത് അല്ലേ? പക്ഷെ നിങ്ങളല്ലാതെ ഇതുപോലെ വേറെ ഏതെങ്കിലും സ്ത്രീകൾ ഇയാളെ വലയപ്പെട്ടിട്ടുണ്ടോ? ഒത്തിരി പേര്, ഒരുപാട് പേര്. അവരൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ചിലര് പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ വേറെ ഒരു പെണ്ണ് ഇതുമായിട്ട് കടത്തി. ആ പെണ്ണ് പിടിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. നന്നല്ലേ? അപ്പൊ ഇത് കൈമാറുന്നതാരാ? ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. ആ മെഡിക്കൽ ഷോപ്പൊക്കെ പോലീസിന് പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുത്തിരുന്നു. പോലീസുകാർ അതൊന്നും അന്വേഷിച്ചില്ല സാർ. എന്റെ അറിയത്തില്ല. സ്വാധീനത്തിന് വിധേയമായതാണോ? ആദ്യത്തെ കേസില് എനിക്കൊരു അന്വേഷണം ഇല്ലായിരുന്നു. എന്നെ ഒരു കസ്റ്റഡി കൊണ്ടുപോകുമോ, അല്ല ഇത് എവിടുന്ന് വന്നു, എവിടുന്ന് കൊണ്ടുവന്നു, ആരാണ് തന്നുവിട്ടത്, ആർക്കാണ് കൊടുക്കുന്നത്, ഇതൊന്നുമില്ല. അതെന്താ അവർ അന്വേഷിക്കാത്തത്? അറിയത്തില്ല സാർ. എന്തായിരിക്കും സാറേ അത്? ഈ കേസിലും ഞാൻ പല കേസിലും വാദിക്കുന്ന ഒരു കാര്യമാണ്, ഈ മയക്കുമരുന്ന് ശൂന്യതയെന്ന് വരത്തില്ല. ഇത് ആരെങ്കിലും കാരണം ഇവരെക്കാളും വലിയ അപരാധി അയാളാണല്ലോ. അതാണ് അവരെ പിടിക്കാതെ ഈ കാരിയറെ മാത്രം നിരപരാധികളെ പിടിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ കോടതി വാദിക്കുന്ന പോയിന്റാ. സത്യത്തില് ഇത് സോഴ്സ് കണ്ടെത്തി നശിപ്പിച്ചില്ലെങ്കിൽ ഇത് അഡ്വക്കേറ്റ് മഞ്ജു ആന്റണി, താങ്കൾ കോടതിയിൽ വാദിക്കുന്ന സമയത്ത് ഇത് കോടതിയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ലേ? കാരണം ഉറവിടം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. അതെ, അത് ഏറ്റവും വലിയ കുഴപ്പം വെച്ചാൽ അങ്ങനെ സോഴ്സ് കണ്ടെത്തി നശിപ്പിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടും. അതെ, മാത്രമല്ല അവന്മാരെ ഇതിനാണല്ലോ ഇരിക്കുന്നത്, കടന്നു വെച്ചിരിക്കല്ലേ? അതെ, മാത്രമാണ്. ഒരു മെഡിക്കൽ ഷോപ്പിലൊക്കെ ആണ് ഈ പറയുന്ന പോലെ ഈ മയക്കുമരുന്ന് കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞാല് എന്തെല്ലാം സംഭവിക്കാം അവിടെ. ആള് വിശ്വസിക്കുന്ന സ്ഥാപനമാണല്ലോ മെഡിക്കൽ ഷോപ്പ്. അതെ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഈ പോലീസുകാരോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? പോലീസിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം എനിക്കില്ല. നമുക്കില്ല. പക്ഷേ അല്ല, ഈ കോടതിയിലൊക്കെ കോടതി ഇത് ചെയ്യേണ്ടതാണ്. ഞാൻ ജഡ്ജിയാകാണ് തീർച്ചയായും ഈ വിഷയം മുൻനിർത്തി ഒരു വിധി പുറപ്പെടുവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട്. ഒരു ജഡ്ജി ആയാൽ അല്ലേ? താങ്കൾ ചിലപ്പോൾ ഒരു ജഡ്ജി ആകട്ടെ, നമുക്കതല്ലേ പറയാൻ പറ്റൂ. ഓക്കെ അല്ലേ? അദ്ദേഹം ഒരു ജഡ്ജി ആകട്ടെ.
പിന്നെ കണ്ടുവരുന്നത് നമ്മൾ ജീവിതത്തിൽ കാണാത്ത വ്യക്തികളാണ് നമുക്ക് വേണ്ടിയിട്ട് കള്ളസാക്ഷി പറയാൻ വരുന്നത്. ഓ, നമ്മൾ അറിയാത്ത ആൾക്കാർ, അറിയാത്ത ആൾക്കാര്. നമുക്ക് അനുകൂലമായിട്ട് വരുന്ന സാക്ഷിയാണോ? അല്ല, പ്രതികൂലമായിട്ട് വരുന്ന പോലീസ് സാക്ഷികൾ ഉണ്ടാക്കുന്നത്. ഈ പോലീസുകാർ 3-4 സാക്ഷികളെ ക്രിയേറ്റ് ചെയ്യണോ? അങ്ങനെയാണോ കൂടുതൽ ഇവർ ചെയ്യുന്നത്? അതെ, അതൊക്കെ പലപ്പോഴും കള്ളസാക്ഷികൾ വരും. എനിക്കൊന്ന് കേസ് തെളിയിക്കാൻ ഇത്തരം സാക്ഷികളെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമോ? അങ്ങനെ ഇന്ന് പറയപ്പെടുന്നു. അതിന് സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, ഈ കേസിനകത്ത് ഇവർ പറഞ്ഞ കണക്ക് യഥാർത്ഥത്തിൽ കോടതി വന്നപ്പോൾ ഇല്ല. അതുകൊണ്ട് കൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. ഈ കണക്ക് പറഞ്ഞ കഥയും യഥാർത്ഥത്തിലുള്ള കോടതിയിൽ ഹാജരാക്കുന്ന വ്യത്യാസമുണ്ട്. അഡ്വക്കേറ്റിന്റെ ഒരു അന്വേഷണത്തിലേ ഞാനൊരിക്കലും ഒരു പീഡന കേസിലെ ഒരു പ്രതിയെ ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡിന് വിധേയമാക്കുമായിരുന്നു. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ പരേഡിന് മേലു ദിവസം വിളിച്ചു പറഞ്ഞു, നാളെ ഐഡന്റിഫിക്കേഷൻ പരേഡിന് 8-10 പേരെയും കൂടെ സ്ത്രീകളെ സംഘടിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെ നടുക്ക് നിർത്തണമല്ലോ. അപ്പോൾ ആ കേട്ട CA എന്നോട് പറയാ, തറവാട്ടി പറഞ്ഞൊരു വരുവാ ഇവരെ ഇടയ്ക്ക് നിൽക്കാനായിട്ട്. കറക്റ്റ്. അതുകൊണ്ട് അവർ പറയുന്ന വെച്ചാല് വളരെ ബുദ്ധിമുട്ടി ചില പ്രോസിക്യൂഷൻ സെന്റർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ കാല് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. അപ്പൊ ഇങ്ങനെയുള്ള നിസ്സഹായത ഇവർക്കുണ്ടാകുന്ന അവർ പറയും. തീർച്ചയായും പ്രോസിക്യൂഷന് പോലീസിന് സ്ഥിരം സാക്ഷികളുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയല്ല. സ്ഥിരം സാക്ഷികൾ അല്ലേ? അതെ, അങ്ങനെ പറയപ്പെടുന്നു. ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയല്ല. ഇങ്ങനെയുള്ള നിരപരാധികൾ ബലിയാടുകളാവും. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് മഞ്ജു ആന്റണിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ അദ്ദേഹം അഭിഭാഷകനായി പോയി, അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ താങ്കളുടെ കാര്യം കള്ളസാക്ഷികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നത്. കള്ളസാക്ഷികളാ ഞാൻ കണ്ടിട്ട് വരില്ല. ഇല്ല, അത് കോടതി പറഞ്ഞോ? കോടതി പറയാൻ നമ്മൾ പറയുന്ന കോടതി അംഗീകരിക്കുന്നില്ല സർ. ഇല്ല, കാരണം പ്രോസിക്യൂട്ടർ ആണല്ലോ നമുക്ക് എതിരായിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന അഡ്വക്കേറ്റ്സും നമ്മൾ പുറത്തിറങ്ങണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കില്ല ആദ്യം. അവർക്ക് പൈസ മതി. അങ്ങനെയുള്ള അഡ്വക്കേറ്റ്സ് ആയിരുന്നു എന്റെ 2 കേസിനകത്ത് ബാധിച്ചത്. ആത്മാർത്ഥം ഇല്ലാത്ത ആൾക്കാരാണല്ലോ താങ്കൾ ജീവിതത്തിൽ ചെന്ന് എല്ലാം താങ്കളെ കണ്ടത്. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ദൈവദൂതനെ പോലെയാണ് ഞാൻ മഞ്ജു സാറിന് മുന്നിലിരുത്തി പറയല്ല, സാറില്ലായിരുന്നെങ്കിൽ എന്റെ 28 വർഷവും ജയിലിൽ തന്നെ. അതുപോലെ എനിക്ക് എടുത്തു പറയേണ്ടത് ഈ അഴിമുഖം ഓൺലൈൻ പത്രം ഉണ്ടായിരുന്നു, അഴിമുഖം. അതില് അരുൺ ടി വിജയൻ എന്ന വ്യക്തി എന്നെ കുറിച്ച് അന്വേഷിച്ചു. അത് ജയിലിൽ നിന്ന് ഒരു മേഡം, സോഫിയ ബിബി എന്ന് പറഞ്ഞ മേഡം സൂപ്രണ്ടാണ്, വനിതാ ഓപ്പൺ ജയിലിലെ സൂപ്രണ്ട്. എന്നെ കണ്ണൂരിൽ നിന്ന് ആ സൂപ്രണ്ടാണ് നല്ല സ്വഭാവം പ്രകടിപ്പിക്കുന്ന കുറ്റവാളികളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ എന്നെ കിട്ടിയത് അവർക്ക്. അപ്പൊ അവർക്ക് എന്നെ കൊണ്ടുപോയേ പറ്റൂ. കാരണം ഞാൻ നന്നായി തയ്ക്കും, നന്നായി എഴുതുന്നു, അങ്ങനെയെല്ലാം അവർ എന്നിൽ കണ്ട ഗുണങ്ങള്. അതുകൊണ്ട് അവർക്ക് എന്നെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകണം, ഓപ്പൺ ജയിലിൽ. പക്ഷെ NDPS കേസിലുള്ളവരെ ആരെയും ഓപ്പൺ ജയിലിലേക്ക് കൊണ്ടുപോകില്ല. സ്ഥിരം കുറ്റവാളിയാണ്. അങ്ങനെയുള്ളവർക്ക് ഓപ്പൺ ജയിൽ നിശ്ചിതമാണ്. അങ്ങനെ എന്നാലും സോഫിയ സാറും ശ്യാം തങ്കയൻ സാറ്, പിന്നെ വെൽഫെയർ ഓഫീസർ മുകേഷ് സാറ്, പിന്നെ ഡോക്ടർ, അങ്ങനെയുള്ളവർ കുറേ പേര് കൂടിയിട്ട് എൻ്റെ അവസ്ഥകൾ അറിയാവുന്നവരാണ്. അവര് എൻ്റെ വീട്ടിലെ സ്ഥിതികളും എല്ലാം അറിയാവുന്ന വ്യക്തികളാണ്. പിന്നെ അഡ്വക്കേറ്റ് മഞ്ജു ആന്റണി കണ്ടുമുട്ടുന്നതിന് മുമ്പ് താങ്കള് പ്രതീക്ഷയായിരുന്നോ? കാര്യം 2ാമത്തെ കേസിൽ 15 കൊല്ലം കിട്ടി, ആദ്യത്തെ കേസിൽ 10 കൊല്ലം ഉണ്ട്, ടോട്ടൽ 25 കൊല്ലം കൈ കിട്ടി. അപ്പൊ ഇനി പുറത്തിറങ്ങാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നു? ഒരിക്കലും വിചാരിച്ചില്ല സാർ. എന്റെ ജീവിതം ജയിലിൽ തന്നെ തീർന്നു. അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ചങ്ങോട്ട് പോകാം, പിന്നെ തീരെ വയ്യാതായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജയിലിൽ ആത്മഹത്യ ചെയ്യാം. അതല്ലാത്ത ഒരു നിവൃത്തിയില്ലല്ലോ. കാരണം ടെൻഷൻ അടിച്ച് ചിലപ്പോൾ മരിക്കാൻ സാധ്യത, വേറെ വല്ല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. ആ കുഞ്ഞും എൻ്റെ അമ്മയും ഇവരെ 2 പേരെ ഓർത്ത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ മഞ്ജു സാറിന് ഈ അരുൺ ടി വിജയനെ കുറിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം, അരുൺ ടി വിജയൻ എന്നെ കുറിച്ച് ആ ഓൺലൈനിൽ എഴുതി. അത് ഞാൻ സാറിന് അയച്ചു കൊടുത്തിരുന്നു. കാരണം അതിൽ സോഫിയ ബിബി മേഡവും ശകുന്തള മേഡവും സൂപ്രണ്ടുമാരാ. അവർ പറഞ്ഞു ഈ അമ്മയ്ക്കും ഈ കൊച്ചിനും വേണ്ടി ലിസി എത്രയും വേഗം ഒന്ന് പുറത്തിറങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ജയിൽ സൂപ്രണ്ടുമാരാ പറഞ്ഞത്. കാരണം അവർക്ക് എന്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ടാണല്ലോ. അമ്മയ്ക്ക് വേണ്ടി താങ്കൾക്ക് ഇറങ്ങിയേ പറ്റൂ. എന്റെ അമ്മ ഇപ്പോഴും ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോ കൈ കഴുകാനുള്ള വെള്ളം വരെ എടുത്ത്, ഭക്ഷണം എടുത്തു വെച്ച്, കുളിക്കാനുള്ള അമ്മയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. അത്ര ആള് വേണം സ്ഥിരം. ഡോക്ടർമാര് പറഞ്ഞു അടുത്ത നാള് മാറരുതെന്ന്. പക്ഷെ ജീവിക്കണ്ടേന്ന് വെച്ചിട്ടാണ് സാർ ഞാൻ രാവിലെ ഇറങ്ങി പോകും. ഈ തയ്ച്ച തുണികൾ ബാഗിലെടുത്ത് ഓരോ വീട് തോറും ഞാൻ കേറി ഇറങ്ങുക. നൈറ്റുകള് എല്ലാവരും എന്നോട് ഈ പ്രോഗ്രാം കഴിയുന്നോടെ താങ്കൾക്ക് തയ്ക്കാനാവുമെങ്കിൽ, അല്ലെ വേറെ 1-2 പേരോടെ ഇരുത്തി തയ്പ്പിച്ചാലും കുഴപ്പമില്ല, കുറെ കൂടുതൽ നൈറ്റുകൾ വിറ്റഴിയും. അപ്പൊ എന്നോട് സ്നേഹമുള്ള ചില ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ പറഞ്ഞില്ലേ ആയി പറയണോന്ന്. അവരൊക്കെ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ എന്നോട് വലിയ സ്നേഹമാണ്. പിന്നെ സഹോദരിമാരും ഉണ്ട്. അത് പ്രത്യേകിച്ച് പറയാനുണ്ട് സാർ. ഒരു ദിവസം സാറിനെ കണ്ടില്ലേ എന്റെ അമ്മ അന്വേഷിക്കും. അതുപോലെ കുറെ അമ്മമാരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഈ നൈറ്റ് കുറച്ച് കൂടുതൽ മേടിക്കണം എന്ന് പറയുക. അപ്പൊ നമുക്കിനി സമയമില്ല, നമുക്കിനി കാര്യം നമുക്ക് ആ ബാത്റൂം കെട്ടാനുള്ള പൈസ വേണമല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്കാണ്. 70,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ പ്ലീസ്. ചോദ്യത്തിലേക്ക്
മികച്ച നാടൻപാട്ട് കലാകാരന്മാർക്ക് കലാഭവൻ മണി ഫൗണ്ടേഷൻ സംസ്ഥാന തലത്തിൽ നൽകുന്ന പുരസ്കാരം അറിയപ്പെടുന്നത് ഏത് ഫലത്തിന്റെ പേരിലാണ്? ഓപ്ഷൻ എ പേരയ്ക്ക, ഓപ്ഷൻ ബി വാഴപ്പഴം, ഓപ്ഷൻ സി ഓടപ്പഴം, ഓപ്ഷൻ ഡി മുന്തിരി. ഓപ്ഷൻ സി ഓടപ്പഴം. ഓടപ്പഴം. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പൂട്ടാൻ വരട്ടെ. അതെന്താണ് അതിന്റെ ലോജിക്? കലാഭവൻ മണിയുടെ ഒരു പാട്ട് തന്നെ ഓടപ്പഴം. ഏതാ പാട്ട്? ഏതാ അത്? ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ തിരഞ്ഞോനാണ്ടി. അഡ്വക്കേറ്റ് പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി പൂട്ടട്ടെ ഞാൻ? പൂട്ട് സർ. ഓടപ്പഴം ഞാൻ പൂട്ടി. ഓക്കെ സർ. ഓക്കെ ഓക്കെ, തുറക്കട്ടോ? തുറക്ക്. കലാഭവൻ മണി ഓർത്തുകൊണ്ട് നമുക്ക് തുറക്കാം. അത് കലാഭവൻ മണി ഇഷ്ടമായിരുന്നു? ഒത്തിരി ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ജീവിതത്തില്? ജീവിതത്തില് നേരിട്ട് കണ്ടിട്ടില്ല കലാഭവൻ മണിയെ. ജയിലിൽ കാണാൻ വെച്ച് കത്തെഴുതിയായിരുന്നു? എഴുതിയിട്ടില്ല. കത്ത് ആകെ കാണാനും മോഹൻലാലിന് വേണ്ടി. മോഹൻലാലിനെ നേരിട്ട് കണ്ടോ? നേരിട്ട് കണ്ടു. സന്തോഷമായി അല്ലേ? സന്തോഷമായി. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. വിനയം എന്താണെന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സാറിനെ പോലെ സാറിനെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഓപ്ഷൻ സി ഓടപ്പഴം നമ്മൾ തുറക്കട്ടോ? തുറന്നു. സന്തോഷമായി. കൺഗ്രാജുലേഷൻ. ബോസ്, അപ്പൊ കുട്ടേട്ടൻ എന്തോ പറയുന്നുണ്ട് കേട്ടോ. താങ്കൾ നന്നായി കവിതകൾ എഴുതും എന്നെല്ലാം കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കുട്ടേട്ടനെ കുറിച്ച് ഒരു കഥാപ്രസംഗം താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ഞാന് പ്രിപ്പയർഡ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് കുട്ടേട്ടനെ കുറിച്ച് പറയാനുണ്ട്. കാരണം ഒരു കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ പണ്ടൊക്കെ എഴുതുമായിരുന്നു കഥാപ്രസംഗം. ഒത്തിരി നാളായി എഴുതിയിട്ട്. എങ്കിലും ഞാൻ പറയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കുട്ടേട്ടൻ. അതായത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുട്ടേട്ടനെ. ആ കുട്ടേട്ടനെ കുറിച്ചുള്ള ചെറിയൊരു കഥാപ്രസംഗമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ചാനലായ പൂക്കളുടെ ചാനലായ ഫ്ലവേഴ്സിലെ അഭിമാന താരമാണ്. എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ആളാണ് കുട്ടേട്ടൻ. കുട്ടേട്ടനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, സുന്ദരനാണവൻ, ബുദ്ധിമാനാണവൻ, ഏവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവൻ. അങ്ങനെയുള്ള ആ കുട്ടേട്ടനെ കുറിച്ച് നിങ്ങളോടൊക്കെ ഞാൻ എന്തു പറയാനാണ്? അത്രയ്ക്ക് നല്ല മനസ്സിന് ഉടമയാണ് കുട്ടേട്ടൻ. ആ കുട്ടേട്ടനോട് എനിക്ക് ഇന്നും വലിയ പ്രണയമാണ്. ഈ കുട്ടേട്ടന്റെ ജീവിതത്തിൽ ഇതുവരെ ആരും ഇങ്ങനെ കഥാപ്രസംഗം പറഞ്ഞിട്ടുമില്ല. കുട്ടേട്ടനോട് പ്രണയമാണെന്നൊക്കെ പലരും പറയും, പക്ഷെ ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചൊക്കെ കൊടുത്തില്ല. പറവൂരൊരു കാഥീനില്ലേ, കടാമംഗലം സദാനന്ദൻ, അതായത് നമ്മുടെ കഥാപ്രസംഗ കലയിലെ അഗ്രജനായിരുന്നു അദ്ദേഹം പോലും ഇതുവരെ കഥ അവതരിപ്പിച്ചു. ഓക്കെ, എന്തായാലും നന്നായി, താങ്ക് യു. അപ്പൊ അമ്മയാണല്ലോ താങ്കളുടെ മനസ്സിനെ അലട്ടുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അപ്പൊ ഈ ശശി എന്ന് പറയുന്ന ആ നരാധമന്റെ കൂടെ ഇറങ്ങിപ്പോയല്ലോ. അപ്പൊ ഇറങ്ങിപ്പോയപ്പോ എപ്പോഴെങ്കിലും ഇയാളുടെ കൂടെ പോയി അപകടത്തിലേക്ക് ചാടി കുഴിയിലായി അയാള് പീഡിപ്പിച്ച് ശരീരമൊക്കെ തല്ലിച്ചതയ്ക്കുന്ന ആ വേളയിൽ, ഈ ഉറങ്ങാതെ കിടക്കുന്ന, ഉറക്കം വരാത്ത രാത്രികളിൽ അമ്മയെക്കുറിച്ച് ആലോചിച്ച് വേദനിച്ചിട്ടുണ്ടോ? എന്റെ പ്രായം അതായിരുന്നു. അല്ല, എന്നാലും നമ്മളിത് വലിയ സ്വപ്നങ്ങൾ വെച്ചിട്ടാണല്ലോ എത്തിപ്പിടിക്കാൻ പോയത്. അപ്പൊ നമുക്കത് കിട്ടിയില്ല. നമ്മൾ തറയിൽ വീണു. അയാൾ തകർത്തെറിയാണ് നമ്മുടെ ജീവിതം, കശക്കി എറിയുന്നു. ആ സമയത്ത് നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു അമ്മ ഏതാണ്ട് ഒരു അനാഥയായി കിടക്കുന്നു. അന്ന് അമ്മയ്ക്ക് ആളുണ്ട്, അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ. കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? എന്നാലും അന്ന് കുറ്റബോധം തോന്നി. പക്ഷെ നമ്മളെപ്പോഴും ഏതൊരു ആപത്ത് വന്നാലും, ആര് തല്ലുവാണെങ്കിൽ, ഭർത്താവ് തല്ലുവാണെങ്കിലും, ആരെന്ത് പറയണം, ആദ്യം വിളിച്ച് കരയുന്ന എന്റെ അമ്മയെന്നല്ലേ. ആ എന്റെ അമ്മയെ വിളിച്ചിട്ടായിരുന്നു ഞാൻ കരഞ്ഞിരുന്നത്. പക്ഷെ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം അന്നത്തെ കാലത്ത് എന്റെ ചാച്ചായിക്കായിരുന്നു. ചാച്ചായി, എന്റെ അപ്പച്ചൻ. ഞങ്ങൾ ചാച്ചായി എന്നാ വിളിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ഇറങ്ങിപ്പോയാൽ വിഷമിച്ചത് എന്റെ ചാച്ചായിയായിരുന്നു. അവർക്കൊന്നും താങ്ങാൻ പറ്റത്തില്ലല്ലോ, ആർക്കും താങ്ങാൻ പറ്റിയിട്ടില്ല. എന്റെ കൂടെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ സാർ. നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മോണിറ്റർ, ഏത് ഉപകരണത്തിന്റെ രൂപത്തിലുള്ള ട്രോഫിയാണ് ഗ്രാമി പുരസ്കാര ജേതാക്കൾക്ക് സമ്മാനിക്കുന്നത്? ഓപ്ഷൻ എ ടെലിഫോൺ, ഓപ്ഷൻ ബി ഗ്രാമഫോൺ, ഓപ്ഷൻ സി കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി ഗിറ്റാർ. ഓപ്ഷൻ ബി ഗ്രാമഫോൺ. ഗ്രാമഫോണും അനിയനും ചേട്ടനാണെന്ന് വിചാരിച്ച് പറഞ്ഞാണോ? അല്ല. ഓക്കെ, ഓപ്ഷൻ ബി ഗ്രാമഫോൺ. കൂട്ടട്ടെ? 80,000 രൂപയുടെ ചോദ്യമാണ്. തെറ്റിപ്പോയാൽ 7,000 രൂപ കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. നമ്മുടെ കുളിമുറി പോകും, യൂറോപ്യൻ ക്ലോസറ്റ് ഓർമ്മയായി മാറും. അപ്പോ ഉറപ്പിക്കാമോ? ഓപ്ഷൻ ബി ഗ്രാമഫോൺ. ഉത്തരം അഡ്വക്കേറ്റ് മഞ്ജു ആന്റണിയാണ് സത്യം. ഓപ്ഷൻ ബി ഗ്രാമഫോൺ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഉത്തരം ശരിയാ. അപ്പൊ 80,000 രൂപ കിട്ടിയിരിക്കുന്നു. ഇത് തികയോ? പോരാ, തികയത്തില്ല.
എന്റെ അമ്മക്കുട്ടീന്റെ ഞാൻ അമ്മക്കുട്ടീനെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഞാൻ വിടുന്നുണ്ട്. മോളെ കലാമണ്ഡലം രഞ്ജിത്ത് സാറിന്റെ കീഴിലാണ് വിടുന്നത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ പ്രാവശ്യം ഈ മെയില് അരങ്ങേറ്റ ഇവളുടെ പേരുമുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, അമ്മ കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത വർഷം നടത്താം മോന്റെ, ഇപ്പൊ അമ്മേന്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവളുടെ ഒപ്പം പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുകയാണ്, അവളുടെ മാത്രം നടത്താൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് അതിന്റെ ഒരു വിഷമമുണ്ട്. നടത്തേണ്ടത് മെയ് മാസത്തിലാണ് നടത്താൻ. അപ്പൊ എനിക്ക് ബാത്റൂം കെട്ടണം. അതിന് വേറെ സാധ്യതയുണ്ട്. അത് സഹായിക്കാൻ നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. നമ്മുടെ പ്രേക്ഷകർ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലവേഴ്സിന്റെയും 24-ന്റെയും പ്രേക്ഷകർ നമ്മളൊരു കുടുംബം പോലെയാണ്. അവർ നിങ്ങളെ സഹായിക്കും. ബാത്റൂം കെട്ടുന്ന ഒരു വിഷയമല്ല, അതൊന്നും പേടിക്കണ്ട. ഓക്കെ, അവളുടെ അരങ്ങേറ്റത്തിന് അവളുടെ അരങ്ങേറ്റം ആദ്യം നടത്തുക. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 100,000 rupees നമ്മൾ അടുത്ത ലെവലിലേക്കാണ്. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 3. ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു ലക്ഷം രൂപയുടെ ചോദ്യമാണ്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കുറിച്ചുള്ള കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകം എഴുതിയത് ഇപ്പോൾ പദവിയിലിരിക്കുന്ന ഏത് മന്ത്രിയാണ്? ഓപ്ഷൻ എ പി എ മുഹമ്മദ് റിയാസ്, ഓപ്ഷൻ ബി കെ പി ഗണേഷ് കുമാർ, ഓപ്ഷൻ സി കെ എൻ ബാലഗോപാൽ, ഓപ്ഷൻ ഡി ഡോക്ടർ ആർ ബിന്ദു. ഇതിലൊരു മന്ത്രിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓപ്ഷൻ എ പി എ മുഹമ്മദ് റിയാസ്. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം കേരള ടൂറിസം മന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതണമെന്നുണ്ടോ? ഉണ്ട്, അയാൾ എഴുതിയതാണ്. ആണ് അല്ലേ? അപ്പൊ പൂട്ടോ ഞാൻ പൂട്ട് സർ. ഓപ്ഷൻ എ പി എ മുഹമ്മദ് റിയാസ്. ഓക്കെ, ലോക്ക്ഡ്. ലോക്ക് പൂട്ടിയിരിക്കുന്നു. ഓക്കെ, തുറക്കുന്നു. ശരിയായിരിക്കുമോ? ശരിയാണ് സർ. 1 ലക്ഷം രൂപയുടെ ചോദ്യമായിരുന്നു. ഓക്കെ സർ. 100,000. അതെ, താങ്കൾ പറഞ്ഞ ഉത്തരം സിംപ്ലി യു ആർ റൈറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. പി എ മുഹമ്മദ് റിയാസ് ഓപ്ഷൻ എ ശരി ഉത്തരം. ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. 2 lakhs. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അവിടെ കുട്ടേട്ടൻ്റെ അടുത്ത് 2 പിടിവള്ളി, ഇവിടെ ഒരു പിടിവള്ളി ഉണ്ട് കേട്ടോ. 3 സഹായ പദ്ധതി ഉണ്ട്. അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇനി പറയുന്നതിൽ ഏത് ഫുട്ബോൾ താരമാണ് 2005-ൽ ഒരു TV അഭ്യർത്ഥനയിലൂടെ തന്റെ രാജ്യത്തെ 5 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ചത്? ഓപ്ഷൻ എ മൈക്കൽ എസിയൻ, ഓപ്ഷൻ ബി ജോൺ ഒബി മൈക്കൽ, ഓപ്ഷൻ സി ജോർജ് വിയ, ഓപ്ഷൻ ഡി ദിദിയർ ദ്രോഗ്ബ. സംശയമാണ് സാർ ഇത്. സംശയമാണ്. നമുക്ക് ആരോട് ചോദിക്കണം? 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇവിടെ ചോദിക്കണോ അവിടെ ചോദിക്കണോ? കുട്ടേട്ട സഹായിക്കണം. തീർച്ചയായിട്ടും സഹായിക്കാം. ലിസി ജോർജ്, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ഡി ജോൺ ഒബി മൈക്കൽ, സി ജോർജ് വിയ, ഡി ദിദിയർ ദ്രോഗ്ബ. ഇതാണോന്നൊരു സംശയം. ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഡി ദിദിയർ ദ്രോഗ്ബ. ദ്രോഗ്ബ. പൂട്ടട്ടെ ഞാൻ? പൂട്ട സർ. ഓപ്ഷൻ ഡി പൂട്ടി. അപ്പൊ പ്രശ്നമായെന്ന് തോന്നുന്നല്ലോ. ടെൻഷനായോ? മാത്രമല്ല വലിയ പ്രശ്നങ്ങളെ അതിജീവിച്ച ആളല്ലേ. ഈ ചെറിയ പ്രശ്നം ഒന്നും ഒരു പ്രശ്നമല്ല അല്ലേ? അപ്പൊ നമുക്കേ തുറന്നാലോ? നമ്മുടെ അടുക്കിന് വിഷമായോ? ഇല്ല. സങ്കടപ്പെട്ടിരിക്കുകയാണോ? അല്ല. കറക്റ്റ് ആയിരിക്കും ഇത്. അഭിഭാഷകം ഒന്നും പറയുന്നില്ല. ഓക്കെ, വളരെ ബുദ്ധിപരമായ മൗനത്തിലാണ് അദ്ദേഹം. ഓക്കെ, ഓപ്ഷൻ ഡി താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് വരുന്നില്ല. ഉത്തരം ശരിയാണ്. സൂപ്പറല്ലേ? ഓക്കെ, അപ്പൊ 2 ലക്ഷം രൂപയായി. അപ്പൊ ഇനി ഈ ഷാജഹാൻ എന്ന് പറയുന്ന ജയിൽ ചാടി ഒളിച്ചു നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, കുറച്ച് അപകടകാരിയാണ്. ഒരു ഹാർഡ് കോർ ക്രിമിനൽ ആണെന്ന് തോന്നുന്നു അല്ലേ? വക്കീലേ, അപകടം പിടിച്ച കേസാ. അയാൾ ഈ ജയിൽ ചാടിയത് എന്തിനാണ് ശരിക്കും? അല്ലല്ല, ഇത് എനിക്കറിയുള്ള ആരോപണം ശരിയാണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു. ആ ചരിത്രം അറിയത്തില്ല. ഞാൻ ഇവരുടെ കേസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ആളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. അല്ല, എന്നാൽ ഈ കേസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ ഹീസ് എ ഹാർഡ് വർക്ക് ക്രിമിനൽ. ഓക്കെ, അപ്പോ ഇയാള് ജയിലിൽ ചാടി അല്ലേ? ഇയാൾ എവിടെയും തല പൊക്കാം. അയാളെ എവിടെങ്കിലും വെച്ച് നമ്മളിപ്പം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് ഷാജഹാനെ കണ്ടു, അല്ലെ ഷാജഹാൻ ഈ പ്രോഗ്രാമിന്റെ ഇടയിലേക്ക് കയറി വന്നു, എന്തായിരിക്കും താങ്കൾ പറയുക? തീർച്ചയായും അയാളെ തടഞ്ഞു വെക്കും, ജനങ്ങളെ കൂട്ടും, ഇവിടെ ഫ്ലോറിലുള്ളവരാണ് അവരെ കൂട്ടും, പോലീസിന് കൈമാറാൻ പറയും. ഇതുപോലുള്ള ഒരു ക്രിമിനലിനെ, കാരണം ലോകം നശിപ്പിക്കുന്ന ഒരു ക്രിമിനലിനെ
നമ്മള് തടഞ്ഞു വെക്കും. അയാളുടെ ഒന്നും പറയാനില്ല. പറയാനുണ്ട്. ആ കാരണം അയാള് ഒരിക്കലും ഒരു കുടുംബത്തെയും, അതായത് എന്നെ പോലുള്ള ഒരു സ്ത്രീകളെ മാത്രമല്ല ചെറുപ്പക്കാരെ ഒരാളെ നശിപ്പിക്കാൻ നിൽക്കരുത്. കാരണം അതാണ് പറയാനുള്ളത്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ വേറൊന്നുകൂടെ പറയാം. നമ്മളത് ഇവിടെ ഷൂട്ട് ചെയ്യും, നമ്മൾ 24 കാണിക്കും. തീർച്ചയായിട്ടും കാണിക്കും ആളുകൾക്ക് വേണ്ടി. താങ്കളുടെ ഒരു പോരാട്ടം. അതെ, തീർച്ചയായിട്ടും. എപ്പോ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അപ്പോഴ് അയാൾക്ക് വേണ്ടിട്ട് ഏത് കോടതി. ഷാജഹാൻ താങ്കളെ അപകടപ്പെടുത്തുന്നുള്ള ഭയമല്ലോ? എനിക്കൊരു പേടിയില്ല സാർ, മരിക്കാനും ഞാൻ തയ്യാറാണ്. എന്നാലും സമൂഹം രക്ഷപ്പെടൂലോ, അത്രയ്ക്ക് തീരുമാനിച്ചതാ. ചില പക്കാ ക്രിമിനൽസ് ഒരിക്കലും പിക്ചറിൽ വരത്തില്ല. അവർ സ്ക്രീനിന് പിന്നിലെ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിലെ നിൽക്കത്തുള്ളൂ. എന്നിട്ട് പാവങ്ങളെ മുന്നിൽ നിർത്തും. സത്യത്തിൽ യഥാർത്ഥ ക്രിമിനലുകൾ പലപ്പോഴും പിടിക്കപ്പെടുന്നില്ല. അല്ല, അവരാണ് ഇതിന്റെ സൂത്രധാരന്മാർ. അതെ, കറക്റ്റ്. അതാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നറിയോ, ഒരു ചിലപ്പോ ഈ അധികാരികളായിട്ടൊക്കെ ഒരു നെക്സസ് ഉണ്ടാവും ഇവർക്ക്. ഉണ്ടാവാം, കാരണം ധനമാണല്ലോ. അതെ അതെ, പണം കണ്ടാ പിണവും വായി തുറക്കുന്ന കാലമല്ലേ. മയക്കുമരുന്ന് കേസിൽ ഇൻഫോർമന്റിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പലപ്പോഴും അത് ദുരുപയോഗം ചെയ്യാറുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അനുഭവ കഥകൾ ഒരുപാടുണ്ട്, തീപ്പൊള്ളൽ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ അല്ലേ. അതെ, മറ്റുള്ളവർ കഥകളും നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുർഘട സന്ധികളും. എനിക്കൊന്ന് പറയാനുണ്ട് സാർ, ഈ സമൂഹത്തിലെ യുവജനങ്ങളോടാണ് പറയാനുള്ളത്. മയക്കുമരുന്ന് അത് കൊണ്ടുവന്ന് നടക്കുകയോ അത് ഉപയോഗിക്കുകയോ ആരും ചെയ്യരുത്. ഞാൻ ഒരാളെ സിഗരറ്റ് വലിക്കുന്ന കണ്ടാൽ തന്നെ എനിക്കൊരു വിഷമം. മാത്രമല്ല താങ്കളെ പോലെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. സ്ത്രീകളായാലും കുട്ടികളായാലും. ഇത് അവിടെ കൊണ്ടുകൊടുത്ത 5000 രൂപ തരാം, അങ്ങനെ ആരും ഒരു വഴിയിലും ചെന്ന് ചാടരുത്. ഒത്തിരി അനുഭവമാണ് ജയിലില്. തടവറ അത്ര നല്ലതല്ല. ആളുകൾ വിചാരിക്കുന്ന അവിടെ നല്ല ഭക്ഷണമല്ലേ, പോയി കിടന്ന രസമാണ്. പക്ഷെ 1 മണിക്കൂർ ജയിലിൽ കിടക്കാൻ പറ്റത്തില്ല. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഓക്കെ, ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്തിലൂടെ ഓടുന്ന ട്രെയിനുകളിൽ ഒന്നാണ് പോളാർ ബെയർ എക്സ്പ്രസ്? 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ കാനഡ, ഓപ്ഷൻ ബി മെക്സിക്കോ, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഇതിനും വേണം എനിക്ക് പിടിവള്ളി വേണം. പിടിവള്ളി കുട്ടേട്ടന്റെ വേണോ അല്ലെങ്കിൽ സാറിന്റെ? ഒന്ന് വായിച്ചു കൊടുക്കുവോ? കഥാപ്രസംഗമൊക്കെ പറഞ്ഞ ആളല്ലേ. ഏത് രാജ്യത്തിലൂടെ ഓടുന്ന ട്രെയിനുകളിൽ ഒന്നാണ് പോളാർ ബെയർ എക്സ്പ്രസ്? 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ കാനഡ, മെക്സിക്കോ, ബ്രസീൽ, ഫ്രാൻസ്. കൃത്യമായിട്ടല്ല, ഞാൻ ഗസ് ചെയ്ത് പറഞ്ഞോട്ടെ. അനുവദം കിട്ടുമെങ്കിൽ പറയാം. കൃത്യമായിട്ട് ഉത്തരം അറിയില്ല. താങ്കൾ ഗസ് ചെയ്തോളൂ. ഓപ്ഷൻ എ കാനഡ. കാനഡ എന്നാ പറഞ്ഞിരിക്കുന്നത്. അഭിഭാഷകന് വിശ്വാസം ഉണ്ടെങ്കിൽ താങ്കൾക്ക് ആ കേസെടുക്കാം. ഓക്കെ സാറിന് എനിക്ക് വിശ്വാസം. എന്റെ ജീവനും എന്റെ ജീവിതവും രക്ഷിച്ച വ്യക്തിയാ. അപ്പൊ തെറ്റിയാലും പോട്ടെ, വക്കീലിന് ഉത്തരവാദിത്വം കൂടുന്നു. അതെ അതെ, എനിക്ക് നിയമം അറിയത്തുള്ളൂ. പഠിച്ച ആളല്ലേ. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ കാനഡ എന്ന് അദ്ദേഹം പറയുന്നു. താങ്കൾ അത് ശിരസ വഹിക്കുന്നു. താങ്കൾ അത് ഏറ്റെടുക്കുന്നു. അഭിഭാഷകൻ പറയുന്ന കാര്യം ആവശ്യമില്ലാതെ ഏറ്റെടുത്താൽ എന്ത് ശിക്ഷ കിട്ടും, ആ ശിക്ഷ ഇവിടെ കിട്ടുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നില്ല. ഉത്തരം ശരിയാണ്. ഓക്കെ, സൂപ്പർ. അഡ്വക്കേറ്റ് നെഞ്ചിലൂടെ തീ വാളിപ്പോയി അല്ലേ. എനിക്ക് തോന്നുന്നു മഞ്ജു ആന്റണി വന്നതും കൂടെ അബദ്ധമായി പോയോ വിശ്വസിച്ചു. ഉത്തരം ശരിയാണ്. 3 ലക്ഷം രൂപ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോവാണ്. 5 lakhs. അപ്പൊ എന്നാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എന്നായിരുന്നു? 2022 സെപ്റ്റംബർ 23 1 മണിക്കാണ് സാറ് ജയിലിലേക്ക് വിളിച്ചിട്ട് റിലീസ് ഓർഡർ അയച്ചത് അല്ലേ. സാർ അന്ന് കോടതി പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയ വ്യക്തിയാ. ആണോ? അതെ. എന്തായിരുന്നു ആ ദിവസം അങ്ങയുടെ മനസ്സിൽ? അല്ല, അന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാ. ലിസി ആണെങ്കിൽ ഞാൻ ഇറക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുക. കോടതി വാദിച്ചാൽ കോടതി വിധിക്കാം, എങ്ങനെയാവാം. കാരണം ഡോക്ടർ അഡ്വക്കേറ്റ് ഒരിക്കലും 100% ഉറപ്പ് പറയാൻ പാടില്ല. മാത്രമല്ല എനിക്കൊന്ന് ഈ വെർഡിക്റ്റ് ഒക്കെ ഒരു പരിധി വരെ എത്ര നിയമം കണ്ടതിൽ സബ്ജക്റ്റീവാ അല്ലേ. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്, ഇറ്റ് ഈസ് ഓൺലി അബ്സ്ട്രാക്ട്. അതെ, കാരണം അത് കാരണം ഒരു സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു ഒരേ കേസിന്റെ 10 ജഡ്ജിമാർ കൊടുത്ത 10 വിധിയാകാം. അപ്പൊ എങ്ങനെയാവും എനിക്ക് ഉറപ്പില്ല. ഞാനും ടെൻഷനില്ല, പ്രാർത്ഥിച്ചോണ്ടാ പോയത്. അപ്പം ഒരു ഉച്ചയായപ്പോഴത്തേക്ക് വിധി വന്നു. ആളെ വെറുതെ വിടാൻ ഉത്തരവായി. പിന്നെ ഈ ഒരു ലിസി എങ്ങനെ അറിയിക്കുമെന്നുള്ള, കാരണം ലിസി തിരുവനന്തപുരം പൂജപ്പുര ജയിലില്ല, ഞാൻ എറണാകുളത്ത് ഹൈക്കോടതിയില്ല, എങ്ങനെ അറിയിക്കും? അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ആ ജയിലിലെ സൂപ്രണ്ട് ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉടൻ തന്നെ ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചു. മാഡം ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താന്ന് ചോദിച്ചു. ആ ലിസിയുടെ കേസിന്റെ വിധി വന്നു. ആള് റിലീസാകാൻ ഉത്തരവായി. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഓർഡർ വരും, ലിസിയോട് റെഡി ആകാൻ പറയണമെന്ന് പറഞ്ഞു. ബാക്കി കാര്യം ജയിലിൽ എന്താണെന്ന് ലിസിക്കേ പറയാൻ പറ്റും. അതെ, ബാക്കി അപ്പൊ ജയിലിൽ എന്താ നടന്നത്? വലിയ ആഘോഷമായോ ജയിലില്? താങ്കൾക്ക് നല്ല നടപ്പുണ്ടല്ലോ എന്റെ ഉള്ളില്, ദുർനടപ്പല്ലോ. അന്നേരം പായസം വെച്ചോണ്ടിരിക്കുന്ന സമയാ. പായസം വെച്ചോണ്ടിരിക്കുന്നു? അതെ, ഞാനും എന്റെ ഒരു കൂട്ടുകാരി, അവളാണ് പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പായസം അവിടെ വെക്കുന്നത്? അന്ന് ചെറിയ സേമിയ പായസം വെച്ചോണ്ടിരിക്കുന്നു. സൂപ്രണ്ട് തൊട്ടടുത്തിരിക്കുന്നു, പായസം ഇളക്കിക്കൊണ്ട്.
ഇളക്കി പിന്നെ ഞാൻ അവിടെ ടൈലറാണ്, തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പം എപ്പോഴും സൂപ്രണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, ഞാനും ചെല്ലും, മേഡത്തോട് സംസാരിക്കും. അങ്ങനെ പായസത്തിലെ ഇതെല്ലാം നോക്കി മേഡം ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എടി അഡ്വക്കേറ്റ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ എന്താണെന്നാ. അപ്പം മേഡം പറഞ്ഞു അതെ, ചിരിച്ചും കൊണ്ട്. എന്നിട്ട് എൻ്റെ നേരെ ഇങ്ങനെ കൈ കാട്ടി. അപ്പം പിന്നെ ഞാൻ എന്താണെന്നറിയില്ല, സൂപ്രണ്ടിനെ അങ്ങോട്ട് ഇറുക്കി കെട്ടിപ്പിടിച്ചു. എടി നീ മഞ്ജു സാറിനെ വിളിച്ചോ, ഫോൺ വിളിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്നേരം ഫസ്റ്റ് സാറിനെ വിളിക്കാൻ നിന്നില്ല. എല്ലാവരെയും പോയി, എല്ലാ ഉദ്യോഗസ്ഥരെയും പോയിട്ട് അറിയിച്ചു. എൻ്റെ കൂട്ടുകാരോട് എല്ലാവരെയും, അവിടുത്തെ തടവുകാരെല്ലാം പോയി അറിയിച്ചു ഞാൻ റിലീസായിരുന്നു. പിന്നെ എനിക്ക് കാറ്റ് പോലെയാണ് ഞാൻ, അങ്ങനെ എനിക്കൊരു ബലമില്ല, എന്താണെന്നറിയുന്നില്ല സാർ. എനിക്ക് സന്തോഷമാണോ കരയണോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. നമുക്കൊന്നും ഒരിക്കലും ഇത് മനസ്സിലാവത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളൊന്നും ജയിലിൽ കിടന്നിട്ടില്ല. ഇത്രയും കാലം ജയിലിന്റെ അകത്ത് കഴിഞ്ഞ ഒരാളിന് മാത്രമേ പുറത്തേക്ക് പോകുന്നു അറിയുന്നതിന്റെ സന്തോഷം അറിയുള്ളൂ. ഓരോ വ്യക്തികളും പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് എന്നാ അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുക എന്ന് ആശിച്ചിരുന്നു. ആ ദിവസം വന്നേക്കുന്നത് എങ്ങനെ സന്തോഷിക്കണമെന്ന് അറിയില്ല. പിന്നെ വേഗം ഞാൻ സാറിനെ വിളിച്ചു. സാറെ എപ്പോഴാ വരിക? അന്നേരം സാറിനോട് സാർ എന്നെ എപ്പോഴാ വന്ന് കൊണ്ടുപോകുക എന്ന് ചോദിച്ചു. എന്റെ പ്രതീക്ഷ സാറ് വരും, കാറുമായിട്ട് വരുമെന്ന് എന്റെ വിചാരം. സാർ എന്നെ ഇവിടുന്ന് പേപ്പറായിട്ട് നേരത്തെ പറഞ്ഞു സാർ എന്നെ റിലീസാക്കുവാണ്, സാറ് തന്നെ വന്ന് കൊണ്ടുപോകണോട്ടോന്ന്. പക്ഷെ സാറ് പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല ലിസി, അവിടെ നിന്ന് പോരുന്നു. പണ്ടൊക്കെ വിധി കിട്ടി കഴിയുമ്പോൾ വിധിയായിട്ട് നേരിട്ട് പോകുമായിരുന്നു. ടെക്നോളജി മാറി, നേരിട്ട് ഹൈക്കോടതി ജയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംവിധാനമായി. അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടാലും വൈകുന്നേരം ഇവിടെ എത്തത്തില്ല. അപ്പൊ സാധനം എത്തും, ഇന്റർനെറ്റ് വഴി എത്തും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് റെഡി ആയിക്കോ, നീ അന്ന് വൈകിട്ട് തന്നെ ഇറങ്ങാൻ നിവൃത്തിയില്ല, പിറ്റേ ദിവസം ഇറങ്ങിയാലും മതി, എനിവേ ഗെറ്റ് റെഡി എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അത് മതി. അന്ന് തന്നെ ഇറങ്ങിയോ? ഇല്ല, 23-ാം തീയതി വന്ന് 24-ാം തീയതി വൈകുന്നേരമാണ് എന്നെ അവര് ബസ്. അപ്പൊ ഹൈക്കോടതിയിൽ നിന്നൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കത് വാങ്ങുകയും ചെയ്യണമായിരുന്നു. അപ്പൊ ലിസിക്ക് അത് കൊടുത്തതിന് ശേഷം വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് വാങ്ങാനൊന്നും ഞാൻ കാത്തു നിന്നില്ല. എനിക്ക് എൻ്റെ അമ്മേൻ്റെ അടുത്തെത്തണം. അമ്മേൻ്റെ ഈ കൊച്ചും കിടന്ന് തുള്ളിച്ചാടുമായിരുന്നു. അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായി. അമ്മച്ചിക്ക് ഏറ്റവും വലിയ ആശ്വാസം ഇനി അമ്മച്ചിക്ക് കൂടെ ഒരാളുണ്ടല്ലോ, ആ ഒരു സന്തോഷമായിരുന്നു. ഡോക്ടർമാർ അമ്മച്ചിയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എവിടെയും പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് വയ്യ സാർ, ശ്വാസം മുട്ട്, BP എല്ലാം, ഇല്ലാത്ത അസുഖങ്ങളില്ല, നടക്കാൻ ബുദ്ധിമുട്ട് 2 കാലിലും. എനിക്ക് അത്ര ഇഷ്ടമാണ് സാർ എൻ്റെ അമ്മയെ, എൻ്റെ ജീവന. മനസ്സിലായി, അതിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. അമ്മയാണ് ഏറ്റവും വലുത്. അതെ. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്, 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. ഏത് രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്താണ് ഡൽഹി ഗവൺമെന്റ് ഈ അടുത്ത കാലത്തായി 3 ലക്ഷത്തിലധികം ടുലിപ്പ് ചെടികൾ വച്ചുപിടിപ്പിച്ചത്? ഓപ്ഷൻ A ജർമ്മനി, ഓപ്ഷൻ B കാനഡ, ഓപ്ഷൻ C ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ D നെതർലാൻഡ്. 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. കമ്പോള നിലവാര അവലോകനം ഞാൻ നടത്താം. അതായത് വിജയിച്ചാൽ 5 ലക്ഷം, പരാജയപ്പെട്ടാൽ 30,000, പിന്മാറിയാൽ 1.5 ലക്ഷം. ഗസ് ചെയ്ത് തെറ്റായ ഉത്തരം പറഞ്ഞ് കിട്ടിയത് നശിപ്പിക്കരുത്. കാര്യം ഇവൾക്ക് അരങ്ങേറാനുള്ള പൈസ ചെയ്ത് ഒരു പിടിവെള്ളി കൂടി ബാക്കിയുണ്ട്. കുട്ടേട്ടാ ഒന്നും കൂടി എന്നെ സഹായിക്ക്. തീർച്ചയായിട്ടും സഹായിക്കാം ലിസി ജോർജ്. ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. A ജർമ്മനി, B കാനഡ, D നെതർലാൻഡ്സ്. ദക്ഷിണാഫ്രിക്ക പോയി. ഇനി 3 സ്ഥലമുണ്ട്: ജർമ്മനി, കാനഡ, നെതർലാൻഡ്. പിന്മാറിയാൽ എത്രയാ? പിന്മാറിയ 1.5 ലക്ഷം. ഞാൻ പിന്മാറുന്നു. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ലിസി ജോർജ് ഫ്രം സുൽത്താൻ ബത്തേരി, താങ്കൾ ഈ പരിപാടിയിൽ നിന്ന് അതിവിദഗ്ധമായി വളരെ തീരുമാനത്തോടെ പിൻവാങ്ങുന്നു. ബുദ്ധിപൂർവമായൊരു പിന്മാറ്റമാണ്. 1.5 ലക്ഷം രൂപ കയ്യിലുണ്ട്. മുകളിൽ അരങ്ങേറ്റം നടത്തും. വേണമെങ്കിൽ നമുക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ് വാങ്ങാൻ ഉള്ള പൈസയുണ്ട്. പിന്നെ നമുക്ക് കുളിമുറി കെട്ടണം, അല്ലേ? അതെ, നമുക്ക് നോക്കാം, അതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ തീരുമാനം അതല്ലേ. അമ്മയ്ക്ക് വേണ്ടിയില്ലേ ഇതൊക്കെ ചെയ്യുന്നു. പെറ്റമ്മയെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പോ ഒന്ന് ഗസ് ചെയ്ത് പറയൂ. ഇനിയിപ്പോ പൈസ പോകത്തില്ല. നെതർലാൻഡ് ആണോ? അയ്യോ, ശരിയായിരുന്നല്ലോ. അതെങ്ങനെ ഗസ് ചെയ്താണോ? അല്ല, എനിക്ക് തോന്നി നെതർലാൻഡ്സ് ആയിരിക്കും എന്നല്ലേ. അപ്പൊ ഈ തോന്നലൊക്കെ ശരിയാവുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും താങ്കൾ പറഞ്ഞ ശരി ഉത്തരമാണ്. പക്ഷെ മത്സരം ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ താങ്കൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചയാളാണ്. ഇനി ഒരുപക്ഷെ നല്ല കാലമായിരിക്കും താങ്കൾക്ക് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടി, അഡ്വക്കേറ്റ് മഞ്ജു ആന്റണി, അതായത് താങ്കൾ പറയുന്നത് പോലെ എപ്പോഴും ഇത് സബ്ജക്റ്റീവായ ഒരു വെർഡിക്റ്റിന്റെ വെളിച്ചമാണ്. എന്ത് വേണമെങ്കിലും
ജഡ്ജിന് തീരുമാനിക്കാം. കാര്യം നിയമപരമായ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഈ കേസിന്റെ ആദ്യം മുതലേ തന്നെ ഇവർ രക്ഷപ്പെടുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു? എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം ഇവർ തികച്ചും നിരപരാധിയാണെന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അല്ല, ആ നിരപരാധിത്വം എങ്ങനെ കോടതിയെ ബോധ്യപ്പെടും? കാര്യം നിയമമെല്ലാം ഇവർക്കെതിരാണ്. അവിടെയാണ് ഒരു അഡ്വക്കേറ്റിന്റെ കഴിവ് എന്ന് പറയുന്നത്. അല്ല, താങ്കൾ ഏത് വാദഗതിയിലാണ് പിടിച്ചു നിന്നത്? കാര്യം ഒരു ഭാഗത്തെ ഇവരുടെ നിരപരാധിത്വം, എന്നാൽ ഒരു IPC അനുസരിച്ച് ഒരുപാട് കുറ്റങ്ങൾ ഇവരുടെ പേരിലുണ്ട്. ഇതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ഇതിൽ കോടതിയിൽ ഈ ബന്ധപ്പെട്ട സാധനങ്ങൾ കോൺട്രബാൻഡ് മെറ്റിൽ ഹാജരാക്കുന്നതിന് ഡിലേ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെ കള്ളക്കേസ് കൊടുക്കാൻ സാധ്യത. കാരണം വേറെ ഏതെങ്കിലും കേസിൽ നിന്ന് കിട്ടിയതോ ഈ ഫോറൻസിക് ചെക്കിംഗ് കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞ് കൊണ്ടുവരില്ല, ഇത് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് യഥാസമയം കോടതി ഹാജരാക്കുന്ന ഡിലേ വരും. അങ്ങനെയാണെങ്കിൽ മാനിപ്പുലേഷൻ സാധ്യതയുണ്ട്. ആ സാധ്യത മുൻകൂട്ടി കോടതി ധരിപ്പിച്ച കോടതിക്ക് അത് മനസ്സിലായി. രണ്ടാമത്, ഈ പ്രോസിക്യൂഷൻ സ്റ്റോറി പറയുന്ന കണക്ക് കറക്റ്റ് അല്ല. മൂന്ന്, ഇതെനിക്ക് കാരണം ഇതിന്റെ മാനുഫാക്ചർ എന്തായാലും പിടിച്ചിട്ടില്ല. അപ്പൊ അത് തന്നെ യഥാർത്ഥ അന്വേഷണം നടന്ന എനിക്ക് ബോധ്യമായി. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വേറെ നോ അതർ ഓപ്ഷൻ, അതുകൊണ്ട് ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഞാൻ ഇതിനു മുമ്പ് ഹാജരായ ഒരു അഡ്വക്കേറ്റിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരും ബെസ്റ്റ് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, പക്ഷേ നടക്കാതെ പോയതാവും. ഇത് എന്റെ സീനിയർ എപ്പോഴും പറയും, ഒരു കേസ് ജയിക്കുമ്പോൾ ഒരു പരിധിക്കുള്ള സന്തോഷിക്കരുത്, ഒരു കേസ് തോക്കുമ്പോൾ ഒരു പരിധി ദുഃഖിക്കാറുണ്ട്. കാരണം നമുക്ക് രണ്ടും സംഭവിക്കാം. പക്ഷേ അഡ്വക്കേറ്റിന് ഒരു കേസ് വേറൊരു കേസ്, ഒരു ഫയൽ മാറി വേറെ ഫയൽ എന്നുള്ളത്. പക്ഷെ ഇവരെ പോലുള്ളവർക്ക് അവരുടെ ജീവിതമാണ്. താങ്കളുടെ ഒരു കേസാണ്, ഇതൊരു ജീവിതമാണ്. അതൊരു ജീവിതം. വണ്ടർഫുൾ ജോബ്. താങ്ക് യു മോളെ. അരങ്ങേറ്റമൊക്കെ നല്ല സൂപ്പറായി നടത്തിക്കൊള്ളണം കേട്ടോ. ഓക്കെ, നമുക്കിനി മത്സരം അവസാനിപ്പിച്ച് താങ്കളുടെ ജീവിത ദുരിതങ്ങളിൽ നിന്നൊക്കെ മാറി ഇനി ജീവിത സന്തോഷത്തിലേക്ക് പോട്ടെ. ഏതാണ്ട് 12 കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം ഇരുമ്പഴികളിൽ, ജയിലുകളിൽ, അല്ലേ, തടവറയിൽ അനുഭവിച്ച് ഒരുപാട് ജീവിതം പാഠങ്ങൾ പഠിച്ചു. 4 ജയിലിൽ പാഠങ്ങൾ ഒരുപാട് പഠിച്ചു അല്ലേ? അത് ഏതൊക്കെ ജയിലാ? എറണാകുളം സബ് ജയില്, വിയ്യൂർ സെൻട്രൽ ജയില്, കണ്ണൂർ സെൻട്രൽ ജയില്, തിരുവനന്തപുരം വനിതാ ഓപ്പൺ ജയിൽ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിനി താഴോട്ട് പോവാം. കുട്ടേട്ടാ, ലെവൽ 1. ലിസി ജോർജ് എന്ന ലിസി റോസക്കുട്ടി, താങ്കൾ വരൂ. അപ്പൊ ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്, സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, കാണാം. അപ്പൊ ഇതുവഴി പോയാൽ നമുക്ക് അങ്ങ് സുൽത്താൻ ബത്തേരിയിൽ എത്താം, അല്ലേ? നാല് ജയിലുകളിലായി 12 കൊല്ലത്തെ ജയിൽവാസം. ഈ 12 കൊല്ല കാലത്തിനിടയിൽ ഇവർ പഠിച്ച ഒരു പാഠം അവർ നമ്മളോട് പറയുന്നു. അതായത്, എന്ത് കാരണം പറഞ്ഞാലും മയക്കുമരുന്ന് കടത്താൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഒരു സമൂഹത്തെ തന്നെ അത് നശിപ്പിച്ചു കളയും. ഗുഡ് ബൈ.